നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാതെ ക്ഷമയുള്ളവരായിരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ക്ഷമിച്ച ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു എന്ന് മലക്കുകൾ അവരോട് സലാം പറയുമ്പോൾ കൂട്ടിച്ചേർത്ത് പറയുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുർ റഅദ്. അപ്പോ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെ കുടുംബമായി ഒരുമിച്ച് കൂടാൻ കഴിയണമെങ്കിൽ നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ ഒരു സ്വഭാവ സവിശേഷതയുണ്ട്. അത് അസ്സബ്റു, ക്ഷമയാണ്. എന്താണ് നമുക്കില്ലാതെ പോയതും അത് തന്നെ. ഞാൻ സ്വർഗത്തിലെ കുടുംബം എന്ന് വെറുതെ ഒരു വാക്കിട്ട് കൊടുത്തതല്ല, സൂറത്തുൽ റഅദിലെ ആയത്തിന്റെ അർത്ഥം അതേപടി പറഞ്ഞതാണ്. മലക്കുകൾ പറയും, നിങ്ങൾ ഇപ്പൊ സ്വർഗത്തിന്റെ കട്ടിലിരിക്കാൻ കാരണം ബിമാ സബർതും, നിങ്ങൾ ദുനിയാവിൽ നന്നായി ക്ഷമിച്ചവരാണല്ലോ. ഫനിഅമ ഉഖ്ബദ്ദാർ, നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഭവനം എത്ര മനോഹരം, എത്ര സുമോഹനം നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഭവനം എന്നവര് പറയുമെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഇനി ഞാൻ പറഞ്ഞല്ലോ, ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, ഇവരാണ് സ്വർഗത്തിലെ കുടുംബത്തിന്റെ അംഗങ്ങൾ. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. സ്വർഗത്തിലെ കുടുംബം ഈ കല്യാണം നടന്ന ഓഡിറ്റോറിയത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ പറയേണ്ടി വന്നു എന്നുള്ളത് ഒരു വലിയ നന്മയായി ഞാൻ കരുതുകയാണ്. കാരണം ഇനി പറയാൻ പോകുന്നതാണ്, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ക്ഷമ വേണം, മാതാപിതാക്കളുടെയും മക്കളുടെയും ഇടയിൽ ക്ഷമ വേണം. എല്ലാം ഈ ജീവിതത്തോടെ അവസാനിക്കുമെന്ന് കരുതുമ്പോഴാണ് ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചും മക്കളുമായി ഇന്നലെ കണ്ടവന്റെ കൂടെ ഉറങ്ങിത്തിരിക്കാൻ ഭാര്യക്ക് പ്രചോദനമാകുന്നത് വിവാദമെന്നത് ഈ മണ്ണോടെ അവസാനിക്കുമെന്ന് കരുതുമ്പോഴാണ്. അതുകൊണ്ടാണ് ഒരു പുരുഷായുസ് മുഴുവനും തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പാടുപെട്ട് കല്യാണ പന്തലിൽ 1 മണിക്കൂർ കൂടി കഴിയുമ്പോ ഒരു നവവരന്റെ കയ്യിലേക്ക് തന്റെ മകളെ ഏൽപ്പിക്കാനുള്ള ചാരിതാർത്ഥ്യത്തോടെ കാത്തിരിക്കുന്ന പിതാവിന്റെ മുമ്പിൽ കടുത്തുലിട്ട സുണ്ണാഭരണവുമായി കൊയിലാണ്ടിയിലെ കല്യാണപ്പന്തൽ നിന്ന് പെണ്ണിറങ്ങി പോകുമ്പോ തന്റെ കത്തിക്കറിയുന്ന കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പൊട്ടിക്കരഞ്ഞ മാതാപിതാക്കൾ, മോളെ ഇനിയെങ്കിലും തിരിച്ചു വരും എന്ന് പറയുമ്പോ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകി കരയുന്ന മാതാപിതാക്കളുടെ കണ്ണുനീര് കാണാൻ കഴിയാതെ ഒരു മകൾക്ക് ഇറങ്ങിപ്പോകാൻ കഴിയുന്നത് വിവാഹമെന്ന ബന്ധം, കുടുംബമെന്ന ബന്ധം അത് ഈ മണ്ണിൽ അവസാനിക്കുന്നതോടെ അവസാനിച്ചു എന്ന മിഥ്യാധാരണയാണ്. അല്ല, ഇതേ വപ്പയുടെ മകളായി, ഇതേ ഉമ്മയുടെ മകളായി, ഇതേ ഭർത്താവിന്റെ ഭാര്യയായി, ഇതേ ഭാര്യയുടെ ഭർത്താവായി, ഇതേ മകന്റെ പിതാവായി നാളെ അല്ലാഹുവിന്റെ കാലാകാല സ്വർഗത്തിൽ ഞാൻ ആവേണ്ടതാണ് എന്ന ഒരു ബോധം. ഇവിടെ 60 വർഷമല്ലേ നമുക്ക് വാപ്പയാവാൻ കഴിയൂ, 40 വർഷമല്ലേ വാപ്പയാവാൻ കഴിയൂ, കൂടി വന്നാൽ 40 വർഷമല്ലേ നമുക്ക് ഭർത്താവാകാൻ കഴിയൂ. ഖാലിദീന ഫീഹാ അബദാ, ഖാലിദീന ഫീഹാ അബദാ, ഒരിക്കലും അവസാനിക്കാത്ത അല്ലാഹുവിന്റെ സ്വർഗ ജീവിതത്തിൽ അവിടെയാണ് ഞാൻ യഥാർത്ഥ ഭർത്താവായി ജീവിക്കേണ്ടെന്നുള്ള ബോധമുണ്ടാകുമ്പോ ആ ബോധം നമ്മോട് പഠിപ്പിച്ചിരുന്ന ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടുത്തെ പ്രിയപ്പെട്ട ഭർത്താവ്, അവരുടെ പ്രിയപ്പെട്ട ഭാര്യമാരുമടക്കമുള്ള ഒരു കുടുംബ ജീവിതത്തിന്റെ സംവിധാനങ്ങൾ നമ്മളോട് ജീവിതത്തിന്റെ അച്ചടക്കവും ചിട്ടയും പഠിപ്പിച്ചു കഴിയുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ക്ഷമയുടെ ജീവിതമാണ് നമുക്ക് പഠിപ്പിച്ചു തന്ന ഭാര്യ ഭർത്താക്കന്മാരിലോട്ട് കടന്നു പോവുകയാ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സദസ് ഇങ്ങനെ ഇരുന്ന വാള് നടക്കൂല, നിങ്ങൾ സലാത്ത് ചൊല്ലണം. ആകെ ഒരു സദസ്സിൽ ചെല്ലേണ്ട പ്രധാനപ്പെട്ട കാര്യം ആമീൻ എന്ന് പറയുന്ന 6 അക്ഷരവാ. അത് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ നിർവികാരത നമ്മളെ പിടികൂടുമ്പോ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? നമുക്കിപ്പോ വാളിന്റെ സദസ്സൊക്കെ വന്ന് ആമീൻ എന്ന് പറയുന്ന 6 അക്ഷരം പറഞ്ഞാൽ മതി. നമ്മൾ അതിന് പോലും കഴിയാത്ത രീതിയിൽ നമ്മൾ വേറൊരു ലോകത്തായി പോയി അല്ലേ? നിങ്ങളുടെ ജോലി എന്താ? സലാത്ത് പറയുക, ആമീൻ പറയുക 2 മണിക്കൂറിന്റെ ഇടയിൽ. എന്റെ ജോലി 2 മണിക്കൂർ ഒരാൾ നിർത്താതെ പ്രസംഗിച്ചാൽ 2 ലക്ഷം അക്ഷരം വെളിയിൽ പറയുന്നതാണ്. 2 ലക്ഷം അക്ഷരം ഞാൻ പറയണുണ്ട്. അതിന്റെ ഇടയിലാണ് നിങ്ങൾക്ക് 14 അക്ഷരം പറയാൻ സമയമില്ലാത്തത്. പിന്നെന്തിനാ വാത് പറയാ? പിന്നെന്താ വാത് പറയാ? ആമീൻ പറയാം. ഇപ്പൊ വാതിന് വന്നിട്ട് പുറകെ ഇരുന്നിട്ട് കുട്ടികൾ മിനി മിൽട്ടി കളിയാ ജോലി. മരണ വീട്ടി ആർക്കും അനക്കമില്ല, മിനി മിൽട്ടി. മയ്യത്ത് കിടക്കുന്ന മയ്യത്തിന്റെ ചുറ്റുഭാഗത്ത് 4 പേര് ഹോട്ട്സ്പോട്ട് വെച്ച് മയ്യത്ത് വീട്ടില് ഇതാണ് സാധനം. ഇതൊരു വല്ലാത്ത ദജ്ജാലാണ്. എനിക്ക് തോന്നാറുണ്ട് യഥാർത്ഥത്തിൽ ദജ്ജാൽ ഇതാണ്. കാരണം പള്ളിയിൽ ഇതിന് നമ്മൾ അഡിക്റ്റ് ആയി പോയി. പെണ്ണിന് പോലും നമ്മൾ ഇത്ര അഡിക്റ്റ് ആയി പോയി.
കാരണം പെണ്ണില്ലാതെ 5 മിനിറ്റ് നമുക്ക് ജീവിക്കാൻ പറ്റൂല. പെണ്ണില്ലാതെ ഒരു 5 മിനിറ്റ് നമുക്ക് ജീവിക്കാൻ പറ്റും. അതിന്റെ ശാസ്ത്രം ഞാൻ പറഞ്ഞു തരണം നിങ്ങളോട്. പെണ്ണിലെതുള്ള 24 hours പെട്രോൾ പമ്പ് മാറിയ പെണ്ണില്ലാതെ ഒരു 5 മിനിറ്റ് നമുക്ക് മാറിക്കാൻ പറ്റൂല്ലോ. ഈ സാധനം പോക്കറ്റ് ഉണ്ടായാൽ കടുവാപ്പള്ളിയിൽ പള്ളിയിലോട്ട് കയറാൻ പോകുന്ന നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുക. നമ്മൾ സ്വിച്ച് ഓഫ് ആക്കുന്ന എത്ര പേരുണ്ട്? നമ്മൾ അപ്പം ഒരു വൈബ്രേറ്റ് മോഡി ഇടും. വൈബ്രേറ്റ് മോഡി ഇട്ടിട്ട് പോക്കറ്റ് ഇട്ടിട്ട് നമ്മൾ നേരെ ഉസല്ലി ഫർദൽ ളുഹരി എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൈ കിട്ടും. അല്ലാഹു അക്ബർ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നീ മാത്രമാണ് സഹായം എന്ന് പറയുമ്പോഴാണ് ഇതിനകത്ത് കോള് വരിക. അപ്പൊ വൈബ്രേറ്റ് അടിക്കും. നമ്മൾ ചിന്തിക്കും, പടച്ചോനെ അവനാണ് വിളിച്ചത്, 10 മിനിറ്റ് വിളിക്കൂ എന്ന് പറഞ്ഞാൽ അവനായിരിക്കും അതോ വീട്ടിൽ നിന്ന് ഭാര്യയാണോ? അപ്പൊ തന്നെ അള്ളാഹുടെ ചിന്ത. ഈ വൈബ്രേറ്റ് മോഡ് കൊണ്ട് അള്ളാഹ് എന്നുള്ള ചിന്ത അപ്പൊ തന്നെ അടുത്തവരിലേക്ക് പോയിട്ടുണ്ടാവും. ഇതാണ് വൈബ്രേറ്റ് മോഡിന്റെ ഗുണം. അത് വൈബ്രേറ്റ് അടിക്കും, അവന്റെ നിസ്കാരം പോയി. ഇനി ചില മഹാന്മാരെന്ത് ചെയ്തറിയോ, അത് വൈബ്രേറ്റ് മോഡിലാക്കി നേരെ എടുത്തിട്ട് സുജൂദിൽ നോക്കണ സ്ഥാനത്ത് കൊണ്ട് അങ്ങോട്ട് ഇടും. അതിന്റെ ഒരു ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കണ ഒരു മുസല്ലയുടെ എത്രയുണ്ട്. ഞാൻ ഇത് കൂടുതൽ ഉപയോഗിക്കാറില്ല. ഞാൻ ഇത് കയ്യിലുണ്ടെങ്കിലും അത്യാവശ്യം മാത്രമേ ഞാൻ ഇത് ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് ഷെഫീ കാസിം അടക്കം പറയും, ആള് വലിയ അഹങ്കാരിയായി ഇപ്പൊ എടുക്കാറില്ല. അതെ, ഇന്നലെ 2 പ്രാവശ്യം വിളിച്ചു എന്നോട് പറഞ്ഞു, ഞാൻ എടുക്കാറില്ല. ഞാൻ അത്യാവശ്യം ഈ സാധനം അത്യാവശ്യം ഒരു കോള് വന്നാൽ എടുക്കും. വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കാറുണ്ട് പ്രസംഗത്തിന് മുമ്പ്, എന്നാലും വാട്സപ്പിൽ റിപ്ലൈ ചെയ്യൂല, ഫേസ്ബുക്കിൽ കമന്റ് റിപ്ലൈ ചെയ്യൂല, ഒന്നും ചെയ്യൂല. നോക്കും ഞാനല്ല, ഒന്നും റിപ്ലൈ ഇല്ല. കാരണം ഇതിന് അഡിക്റ്റ് ആയാൽ പോയി, പിന്നെ വാള് വന്നാവും, പിന്നെ സമയം ഉണ്ടാവില്ല. പിന്നെ ഇതിന് അഡിക്റ്റ് ആയി പോയ ഒരു ഖത്തീബ്, ഇതിന് അഡിക്റ്റ് ആയ ഖുത്ബയുടെ 2 ഖുത്ബയുടെ ഇടുത്തത്തിന്റെ ഇടയിലും പോക്കലിൽ നിന്നെടുത്ത് നോക്കിയിട്ട് 2ാമത്തെ ഖുത്ബ ഓതാൻ പറ്റും. കാരണം ആ രീതിയിൽ ഇത് അഡിക്റ്റ് ആക്കി കളയും. ചില ആളുകൾ ഇത് കൊണ്ടുപോയി നിസ്കരിക്കണതിന് മുമ്പിൽ കൊണ്ടുപോയിടും. 1ാമത്തെ റക്അത്ത് റുക്കൂയിൽ പോയി നിൽക്കുമ്പോൾ കോള് വരും. അപ്പൊ ഇതിന്റെ ഡിസ്പ്ലേ ഓൺ ആവും. ഒന്നും അല്ലെങ്കിൽ ആ ഡിസ്പ്ലേയിൽ ഭാര്യയുടെ ഫോട്ടോയെങ്കിലും, അവനാന്റെ ഭാര്യയുടെ ഇല്ലെങ്കിൽ വേറൊരുത്തന്റെ ഭാര്യയുടെ ഫോട്ടോ എങ്കിലും അതിനകത്തുണ്ടാവും. ഇല്ലെങ്കിൽ ഒരു സീരിയൽ നടിയുടെ എങ്കിലും അതിനകത്തൊരു ബറക്കത്തിന് വേണ്ടിണ്ടാവും. ഈ സുക്കുയി കിടക്കുന്ന അവനും നോക്കും, ഇപ്പുറത്ത് നിൽക്കുന്നവന് നോക്കും, അപ്പുറത്ത് നിൽക്കണവന് നോക്കും. ഈ 3 പേരെ നിസ്കാരം ഏതായാലും ഈ ഒരൊറ്റ സാധനം കൊണ്ട് വസാദായിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മുടെ പള്ളിയിലൊക്കെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട, യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം എന്താ? നിസ്കാരം നടക്കുന്ന 5 മിനിറ്റ് ഇത് സ്വിച്ച് ഓഫ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഇത് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. സ്വിച്ച് ഓഫ് ചെയ്താൽ പിന്നെ കോള് വന്ന് അറിയില്ലല്ലോ, മെസ്സേജ് വന്ന് അറിയില്ലല്ലോ. എന്താ ഒരു 5 മിനിറ്റ് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റാത്തത്? അതിന്റെ അർത്ഥം അത് നമ്മുടെ ജീവിതത്തിൽ അത്രത്തോളം പടന്നു കയറിയെന്നാണ്. അതുകൊണ്ടാണ് DGP സെൻകുമാർ പറഞ്ഞത്, ഭർത്താവിനെ വിട്ടിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ ഒളിച്ചോടാൻ 2 കാര്യമുള്ളൂ. 1 മൊബൈൽ ഫോൺ, 2 സീരിയൽ. എന്താ സീരിയല്? നിങ്ങൾ ചിന്തിക്കുക, എന്താ സീരിയല്? സീരിയൽ എന്ന് പറഞ്ഞാൽ അവിഹിത ഗർഭം ധരിച്ച പെണ്ണ് 9 മാസം ആരും അറിയാതെ എങ്ങനെ മൂടി വെക്കണമെന്നുള്ള മുഴുവൻ ഉപായവും അതിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? പിന്നെ പെണ്ണുങ്ങൾക്ക് എന്താ പേടി? നെറ്റിലൊന്നും നോക്കണ്ട, സീരിയൽ കണ്ടാൽ മതി. ഗർഭം മറ്റൊരാളറിയാതെ എങ്ങനെ ഒളിപ്പിച്ചു വെക്കാം, അതിന്റെ ട്രിക്കൊക്കെ അതിനകത്തുണ്ടാവും. അമ്മായിയമ്മ ആരും അറിയാതെ എങ്ങനെ കൊല്ലാം. ഇതൊക്കെ DGP സെൻകുമാർ പോലും പറഞ്ഞു, സീരിയലാണ് സ്ത്രീകളെ ഇത്രത്തോളം വഴിതെറ്റിക്കുന്നത് എന്ന്. എന്നിട്ട് നമ്മുടെ ഭാര്യമാർ അതിന് അഡിക്റ്റ് ആയിട്ട് പോലും നമുക്കിതിനെ മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും അതിന് അഡിക്റ്റ് ആയി പോയി എന്നതാണ് അതിന്റെ അർത്ഥം. കാസർഗോഡ് കല്യാൺ സിൽക്സ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന പൃഥ്വിരാജിന്റെ കൂടെ പർദ്ദയിട്ട പെണ്ണുങ്ങൾ സെൽഫി എടുത്തപ്പോ അതിനെതിരെ മുഴുവൻ പ്രഭാഷകരും പ്രസംഗിച്ചു. കമാ നിറച്ചത് ഞാൻ പ്രസംഗിച്ചില്ല. എന്തുകൊണ്ടെന്നറിയാവോ? എന്നെ അത്ഭുതപ്പെടുത്തിയത് പൃഥ്വിരാജിന്റെ കൂടെ പർദ്ദയിട്ടിട്ട് ഫോട്ടോ എടുത്ത ആ യുവതി പെണ്ണുങ്ങളല്ല, അവരുടെ അങ്ങേയറ്റത്ത് ഒരു 60 വയസ്സുള്ള ഒരു ഉമ്മൂമ്മ ചിരിച്ചോണ്ടിരിപ്പുണ്ട്. ഒരു 60 വയസ്സുള്ള ഒരു ഉമ്മ ഇല്ലേ? അതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തേണ്ടത്. കാരണം ആ സമയത്ത് മക്കളെ അത് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ഒരു മുതിർന്ന തലമുറയായിരുന്നു. പക്ഷെ അവരെ പോലും ഈ സെൽഫി ബാധിച്ചു എന്ന് പറയുമ്പോൾ നമ്മളിനി എങ്ങനെയാണ് കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോകുക? എന്നെ അത്ഭുതപ്പെടുത്തിയത് അങ്ങനെയാണ്. നമ്മളോട് ചില ഫോട്ടോ പറഞ്ഞുതരും. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാ. വെള്ളിയാഴ്ച, റമദാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ കടുവാപ്പള്ളി നിറഞ്ഞു കവിഞ്ഞ് മുറ്റത്തും റോഡിലും ആളുകൾ നിറഞ്ഞു കവിഞ്ഞപ്പോൾ മനോരമയിൽ പിറ്റേ ദിവസം ഫോട്ടോ വന്നു. ആളുകളോട് എന്താ ഇപ്പൊ ആളുകളുടെ തക്കുവ? കടുവാപ്പള്ളിയിൽ റമദാനിലെ ആദ്യത്തെ വെള്ളിയിൽ റോഡിലാണ് ആളുകൾ നിസ്കരിച്ചത്. ഞാൻ ആ ഫോട്ടോ കണ്ടോ ചിന്തിക്കണം അങ്ങനെയല്ല, ഞാൻ നേരെ എതിര് ചിന്തിക്കും. അപ്പൊ അതിന്റെ അർത്ഥം റമദാൻ അല്ലാത്ത വെള്ളിയാഴ്ചകൾ പള്ളി പോകാത്ത ഒത്തിരി ആളുകൾ ആ മഹലിൽ ഉണ്ട് എന്നാണ് എന്റെ അർത്ഥം.
ഇപ്പൊ കടുവാപ്പള്ളിയുടെ കഥ ഞാൻ പറഞ്ഞല്ല, വെള്ളിയാഴ്ച റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച വലിയ ഫോട്ടോ പ്രസിദ്ധീകരണമാണ്, റോഡ് നിറഞ്ഞു കവിഞ്ഞു. അതിന്റെ അർത്ഥം റമദാൻ അല്ലാത്ത മാസങ്ങളിൽ വെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോകാത്ത ജാഹിലിയങ്ങൾ അവിടെ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അവരെല്ലാം കൂടെ പള്ളി വന്നപ്പോഴല്ലേ ഇത് തികഞ്ഞത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ മുതിർന്ന തലമുറ പണ്ട് ആദ്യമായിട്ട് ടി വി വന്ന് വീട്ടിൽ മേടിക്കാൻ പോയപ്പോ ഉമ്മ പറഞ്ഞു ടി വി വീട്ടിൽ കയറ്റിയാൽ ഞാൻ ഇറങ്ങി പോകുന്നു. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇത് പാപം ഒന്നും കിട്ടൂല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയാണ്, പാപം കളവി, അത് വിശ്വസിച്ചിട്ട് അകത്ത് കയറ്റി. ആ ഉമ്മയാണ് ഇന്നതിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങാത്തത്. അവരാണ് ഈ സമൂഹത്തിന് നന്മ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. പൃഥ്വിരാജിന്റെ കൂടെ പർദ്ദയിട്ടിട്ട് ഫോട്ടോ എടുത്തപ്പോ 55-60 വയസ്സുള്ള ഒരു വൃദ്ധയെയും അതിന്റെ മറുഭാഗത്ത് കണ്ടു എന്നതാണ് മുസ്ലിം സമൂഹത്തിന്റെ അധപ്പതനത്തിന്റെ നേർരേഖയുടെ ചിത്രമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബം എന്നത് നാളെ സ്വർഗത്തിലേക്ക് മാറാനുള്ളതാണ്. അത് പഠിപ്പിച്ചു തന്ന ആളാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു അൻ യുസ്സലാ, അല്ലാഹു കൂട്ടിച്ചേർത്തുവന്ന ബന്ധങ്ങളെ വിച്ഛേദിക്കാതെ അവസാനം വരെ അതിനെ നിലനിർത്തിയവരാണ് കുടുംബത്തിന്റെ സ്വർഗത്തിലോട്ട് കടന്നു പോകുന്നവരെന്ന് ഖുർആൻ പറയുമ്പോ, ആ സമയത്ത് നമ്മൾ കുടുംബ ജീവിതത്തിന് ധാരാളം ക്ഷമയില്ലാതെ ആ കുടുംബ ജീവിതം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. അതുകൊണ്ടാണല്ലോ ക്ഷമയെന്ന ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ധൃതിയോടെ മസ്ജിദ് നബവിയിൽ നിന്ന് പ്രിയപ്പെട്ട വീട്ടിലോട്ട് കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരക്ക് നമുക്കറിയാമല്ലോ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നോക്ക് കാണാൻ ആയിരക്കണക്കിന് ആളുകൾ ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുമ്പോ ആ തിരക്കിന്റെ ഇടയിലൂടെ തന്റെ വീട്ടിലോട്ട് കടന്നു പോകുമ്പോ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു തആലയുടെ മുമ്പിൽ നിൽക്കുകയാ. തന്റെ വീട്ടിലേക്ക് ജീവിതത്തിന്റെ തിരക്കിന്റെ ഇടയിൽ കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് ആയിഷ റളിയല്ലാഹു തആല ചോദിച്ചു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരേ, അങ്ങേക്ക് ഈ ദുനിയാവിലെ സ്നേഹമേത് പെണ്ണിനോടാണ് നബി? ആരോടാണ് ചോദ്യം? അല്ലാഹുവിന്റെ റസൂലിനോടാ. തന്റെ ബാഹ്യ ജീവിതത്തിന്റെ തിരക്കുകളുടെ ഇടയിൽ നിന്ന് വീട്ടിലേക്ക് ഒരു സമാധാനത്തിൽ കടന്നു വരുമ്പോ നമ്മളൊക്കെ പറയാൻ പറ്റൂല, ക്ഷമിക്കാൻ കഴിയില്ല ഉസ്താദ്, അവളുടെ വർത്തമാനം അങ്ങനത്തെ വർത്തമാനമോ. എല്ലാ തിരക്കിന്റെ ഇടയിൽ വീട്ടിലോട്ട് കടന്നു വരുമ്പോ ഭാര്യ ചോദിച്ചു, ആയിഷ റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ തിരുദൂതരേ, അങ്ങേക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെയോ? എന്നാണ് ആയിഷ, ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പെണ്ണേതാണ് യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇവിടെ നമ്മുടെ ഭാര്യയെ നമ്മളെ ഒന്ന് സങ്കല്പിക്കുക. നമ്മൾ പള്ളിയിൽ ജോലിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നാട്ടിൽ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിലോട്ട് വരെ ഒരു സമാധാനത്തിലൊന്ന് കുളിച്ചിട്ട് കിടക്കാൻ. ആ തിരക്കിൽ ഇങ്ങനെ വരുമ്പോ ഭാര്യ തടഞ്ഞു നിർത്തിട്ട് ചോദിക്കുക, പിന്നെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്ത്? നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം ഏത് പെണ്ണിനോടാ? നമ്മൾ എന്ത് പറയും? നിങ്ങൾ ആരും ചിരിക്കണ്ട, ഞാൻ ഖുർആനെ പരിചയപ്പെടുത്താണ്. നമ്മൾ എന്ത് പറയാ അവരോട്? എന്താ ചെയ്യാ? എന്ത് പറയാ സലീം ഭായി? ഈ ചിരി നമ്മുടെ ഇതൊക്കെ അങ്ങോട്ട് മാറും. പണ്ടാരടങ്ങാൻ ഇപ്പൊ ചോദിക്കാൻ ലവിന്റെ മീറ്ററുമായിട്ട് വരാൻ പറ്റിയ സമയം. മനുഷ്യരൊന്ന് പോയി കുളിച്ചിട്ടൊന്ന് ഡ്രസ്സ് മാറി, എന്നൊക്കെ പ്രാന്താണ്. ചിലപ്പോ ഭാര്യ നിഷ്കളങ്കമായിട്ട്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹാരോടാ. അപ്പൊ ഒന്നും പറയാൻ പറ്റിയില്ലേലും നമ്മൾ എന്ത് ചോദിക്കുന്നറിയോ? മെല്ലെ മുഖത്ത് പട്ട. സ്വാഭാവികമായിട്ട് നമ്മുടെ മറുപടി അങ്ങനെയാവാം. യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു തആല ഇത് ചോദിക്കാൻ കാരണം, യുദ്ധത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ദിവസങ്ങളോളം വീട്ടിൽ നിന്ന് മാറി നിന്ന് പള്ളിയിൽ വന്നിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരുന്നത്. കുറെ ദിവസം തന്നെ മുത്തുനബി തന്നിൽ നിന്ന് അകന്നു നിന്നപ്പോ ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് ഒരു സങ്കടം. എന്തേ ഇതിന്റെയൊക്കെ തിരക്കിൽ എന്നെ മറന്നു പോകുന്നു? എന്റെ റസൂൽ എന്നോട് മറന്നു പോയോ? അതുകൊണ്ടാണ് വന്ന ഉടനെ കൊച്ചു പെണ്ണല്ലേ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ, അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ഏത് പെണ്ണിനോടാ? വേറെ ഭാര്യമാരുണ്ടല്ലോ. നിഷ്കളങ്കമായ ചോദ്യം. ഇവിടെയാണ് ഒരു ഭർത്താവിനെ നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ഒളിച്ചോട്ടത്തിന്റെ കഥയൊക്കെ പറയുമ്പോൾ നമ്മുടെ ഭാഗം ചിലപ്പോൾ നമുക്ക് കുറച്ച് ക്ലിയർ ആക്കേണ്ടതുണ്ട്.
ഇവിടെയാണ് ഒരു ഭർത്താവിനെ പഠിപ്പിച്ചു തരാൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷമയുടെയും ഗുണമേന്മയുടെയും സഹിഷ്ണുതയുടെയും പാഠം പഠിപ്പിച്ചു തന്ന ഗുണമേന്മയും തൃപ്തി കുടമയും മുഖചന്ദ്രവും സകലത്തിലും തനിച്ചോരില അതല്ലദീ ഖുലിഅത അലൈഹി മലാബിസു വനഫായിസു ഫനലീറുഹു വലാ യൂജദു ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള മുഖകമലത്തെ തന്റെ പുഞ്ചിരിയുടെ അകമ്പടി കൊണ്ട് ആ സൗന്ദര്യത്തെ സദഗുണീകരിച്ച അല്ലാഹുവിന്റെ റസൂൽ ഓടി വരുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു അത്രേ ആയിഷ ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമേറിയ പെണ്ണിനോടൊന്നറിയോ അത് നിന്നോടാണ് ആയിഷ എന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ സ്നേഹം നിന്നോടാണ് മോള് ഏത് സമയത്തും എന്റെ ഹൃദയത്തിൽ നീയാണ് കണ്ണിനുള്ളിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് കണ്ണു തുറന്നാ നീയാണ് നെഞ്ചിനുള്ളിൽ നീയാണ് ഏഴാം പകരന്റെ അങ്ങേറ്റത്ത് പോയി ഒളിച്ചു വരാനാടും നിന്നെ ഞാൻ തേടിയെത്തും ഭൂമിയെ എന്ന് മുഖത്ത് നോക്കി പാടേണ്ടത് ആരാന്റെ പെണ്ണിന്റെ മുഖത്തല്ല ഇന്നലെ ഓഫീസിൽ വന്ന ജോലിക്കാരിയുടെ മുഖത്തല്ല ബസ് സ്റ്റോപ്പിൽ വെച്ച് മടിക്കുത്തിന്റെ കനം കണ്ടിട്ട് എന്നെ ചിരിച്ചു കാണിച്ച പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടല്ല നിനക്ക് വേണ്ടി വീട്ടിൽ കാത്തിരിക്കുന്ന വൈകുന്നേരം വരെ നിനക്ക് വേണ്ടി ഭക്ഷണം വിളമ്പി കാത്തിരിക്കുന്ന നിന്നെ മക്കളെ പ്രസവിപ്പിച്ചു തന്ന നിന്റെ വസ്ത്രം അലക്കി തേച്ചു തന്ന നീ വരുന്നതും കാത്തു ഉമ്മറപ്പടിയിൽ കണ്ണെത്താ ദൂരത്ത് കണ്ണും നട്ട പോലെ കാത്തിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട പെണ്ണില്ലയോ അടുക്കളയിൽ ഏറ്റവും അവസാനം ഇറങ്ങുന്ന രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന നമ്മുടെ വീടിന്റെ കരിപ്പുകയുടെ ഏറ്റവും കുറച്ച് ഉറങ്ങുന്ന നിന്നെ കാത്തിരിക്കുന്ന നിന്റെ ഭാര്യയില്ലേ ആ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ടാണ് പാടേണ്ടത് നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് കണ്ണു തുറന്ന നീയാണെന്ന് അനുരാഗത്തിന്റെ ആന്തോളനങ്ങളുടെ അതുല്യത്വം സ്പർശത്തെ സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി പറയാൻ കഴിയുന്നവന് അവനാണ് ഏതൻ തോട്ടത്തിലെ ഭർത്താവെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അത്രേ ആയിഷ അത് നിന്നോടാണ് ആയിഷ റളിയല്ലാഹു അൻഹാ ചോദ്യം അവസാനിച്ചില്ല മുഅ്മിനീങ്ങളെ ചോദ്യം അവസാനിച്ചില്ല ആയിഷ റളിയല്ലാഹു തആല അൻഹാ രണ്ടാമത് ചോദിച്ചു യാ റസൂലല്ലാഹ് അങ്ങയുടെ കൂടെയുള്ള പുരുഷന്മാര് അങ്ങേ ഏറ്റവും സ്നേഹമാരോടാണ് നബിയേ സ്ത്രീകളിൽ എന്നോടാണ് പുരുഷന്മാരിൽ ആരോടാണ് നബിയേ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ചോദ്യത്തിന്റെ മർമ്മമറിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ കുസബ് ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലാക്കി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്രേ ആയിഷ അബൂക്കി അത് നിന്റെ വാപ്പയോടാണ് മോള് അബൂക്കി നിന്റെ വാപ്പയോടാണ് മോള് ഇമാം ബൈഹഖി അടക്കമുള്ള ഇമാം നസായി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസാണിത് ഇത് അഹ്മദ് കബീർ പച്ച കിതാബ് നോക്കിയിട്ട് പറയുന്നതല്ല അബൂബക്കറിന്റെ വാപ്പയോടാണ് മോള് എനിക്ക് ഏറ്റവും ഇഷ്ടം അതെന്റെ അബൂബക്കർ അതെന്റെ പ്രിയപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആയിഷ എന്ന എന്റെ പ്രിയപ്പെട്ട പ്രേമബാധനത്ത് എന്റെ കൈവെള്ളയിൽ വെച്ച എന്റെ ഭാര്യ പിതാവിനോടാണ് എനിക്ക് ഏറ്റവും വലിയ സ്നേഹമെന്ന് പറഞ്ഞു കൊടുത്ത ഞാനടക്കമുള്ള പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് ഞാനൊന്ന് ചോദിക്കുകയാ നമ്മൾ കല്യാണം നടക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ അറിയാതെ വിസ്മരിച്ചു പോകുന്ന ജീവിതത്തിൽ ഇന്നേവരെ നമ്മളൊരു പ്രാധാന്യം കൊടുക്കാത്ത എന്നാൽ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കഥാപാത്രമുണ്ട് അതാണ് നമ്മുടെ ഭാര്യാപിതാവ് അതാണ് നമ്മുടെ അമ്മോശം കാക്ക ഇതേവരെ നമ്മുടെ ജീവിതത്തിൽ ഭാഗതയത്വം കൊടുക്കാത്ത ഈ കടുവാപ്പള്ളി മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ നടക്കുന്ന KTCC ഓഡിറ്റോറിയത്തിന്റെ മുമ്പിൽ വെച്ച് ഞാൻ പ്രസംഗിക്കുമ്പോ ഈ ഓഡിറ്റോറിയം ഒത്തിരി സന്തോഷം കണ്ടിട്ടുണ്ട് കല്യാണത്തിന്റെ തലേ ദിവസത്തെ മൈലാഞ്ചി കല്യാണങ്ങൾ കല്യാണ ദിവസത്തിന്റെ ദഫ്മുട്ടുകൾ കല്യാണ ദിവസത്തിന്റെ കല്യാണ പാട്ടുകൾ എത്രയേറെ സന്തോഷത്തിന്റെ മൈലാഞ്ചി പൂത്ത സ്ഥലമാണിത് എത്രയേറെ കരിവിളകൾ പൊട്ടിച്ചിരിച്ച സ്ഥലമാണിത് പക്ഷെ ഞാൻ പറയുകയാ ഈ കടുവാപ്പള്ളിയിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കണ്ടത് രണ്ട് സ്ഥലത്താ ഒന്ന് കടുവാപ്പള്ളി മക്ക് പറയൂര് ഭാഗത്ത് നിന്ന് അസ്വസ്ഥബാധിതമായ മനസ്സ്
മനസ്സുമായി തങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന സിയാറത്തിന് വന്നവർ രണ്ടാമത് കണ്ണുനീര് ഏറ്റവും കൂടുതൽ കണ്ടത് ഈ ആഡിറ്റോറിയത്തിന്റെ അകത്തളത്തിലോ കല്യാണം നടക്കുന്ന സമയത്ത് ഇതേവരെ നമ്മൾ കാണാത്തൊരു കാഴ്ചയുണ്ട്. ഏറെയോ തന്റെ പ്രിയപ്പെട്ട മകളെ നിക്കാഹ് ചെയ്യാ പുതിയാപ്ല വരുമ്പോ ആ പുതുമണവാളന്റെ മുമ്പിലേക്ക് മെല്ലെ മെല്ലെ വന്നിരുന്ന് അവന്റെ കൈവെള്ളയിലേക്ക് പ്രിയപ്പെട്ട ഇമാം ഷഫീഖ് ഖാസിമി വന്നു. പുതുമണവാളനും ഭാര്യാപിതാവും മുഖത്തോട് മുഖം നോക്കിയിരുന്നു. രണ്ടുപേരുടെയും കൈകളിലേക്ക് പിടിച്ചിട്ട് ഇമാം ഷഫീഖ് ഖാസിമി ആ പിതാവിന്റെ കൈവെള്ളയിലേക്ക് നവവരന്റെ കൈയെടുത്തിട്ട് നമ്മുടെ കൈയെടുത്ത് വെച്ചു കൊടുക്കുകയാ. എന്താണെന്നറിയോ? സമയത്ത് ഏറ്റവും വലിയ കണ്ണുനീരറിയാത്ത കണ്ണുനീരാളുടേടാ. ഈ വർക്കല ബീച്ചിൽ പോയാൽ കരയിലേക്ക് തല തന്നെ തിരിച്ചു പോകുന്ന അറബിക്കടലിന്റെ തിരമാലകളേക്കാൾ പ്രക്ഷുബ്ധമാണ് പിതാവിന്റെ മനസ്സ്. 18 വർഷക്കാലം കൈവെള്ളയിൽ കൈവല്യം പോലെ ഞാൻ കാത്തു സൂക്ഷിച്ച ഓടി വരുമ്പോൾ മിഠായിക്ക് വേണ്ടി എന്റെ അടുക്കലേക്ക് ഓടി വന്നെന്റെ കണ്ണ് ചുമലിൽ കെട്ടിപ്പിടിച്ച ഈ 18 വർഷക്കാലം വരെ ഓരോ സമയത്തും കാലാണോ കയ്യാണോ വളർന്നിരുന്ന നോട്ടുണ്ട് ഞാൻ വളർത്തിക്കൊണ്ടുവന്ന എന്റെ പൊന്നുമോൾ. ആ പൊന്നുമോളെ ഇന്നലെ പരിചയപ്പെട്ടൊരു ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് ഞാൻ വെച്ചു കൊടുക്കുകയാ. ആ സമയത്ത് ഭാര്യാപിതാവിന്റെ ഹൃദയത്തിന്റെ കണ്ണുനീര് കാണാൻ അയാളുടെ ഹൃദയം തിരമാല പോലെ ഇരമ്പുകയാണ്. അവൾക്കിനി ഒരു നല്ല ജീവിതം കിട്ടുമോ? എന്റെ പൊന്നുമോള് കണ്ണുനീര് വരുമോ? എന്റെ പൊന്നുമോള് പോകുന്ന വീട്ട് ഇതേവരെ 18 വർഷം ഞാനും ഭാര്യയും അവളുടെ സഹോദരങ്ങളും കൊടുത്ത ഒരു സ്നേഹം അവൾക്ക് കിട്ടുമോ? അതല്ല, എന്റെ പൊന്നുമോള് ജീവിതത്തിൽ എനിക്കറിയാൻ വിധിക്കപ്പെട്ടവളാണോ? ആ സമയത്തിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പറഞ്ഞത് തന്നെ പടകി പറയാനല്ല, ഞാൻ നിങ്ങളും അറിയേണ്ട ഒരു കാഴ്ചയുണ്ട്. ആ സമയത്ത് പ്രിയപ്പെട്ട ഷഫീഖ് ഖാസിമി നമ്മുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു കൊടുക്കും. നമ്മുടെ ഭാര്യാപിതാവ് പറയുന്നൊരു വാക്കുണ്ട്. ആ പറയുന്നത് നമ്മൾ ഏറ്റു പറയാറുമുണ്ട്. എന്താ പറയുന്നതെന്നറിയോ? വിവാഹം നടക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ കയ്യിലേക്ക് ഭാര്യാപിതാവ് വെച്ചു വരുമ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കിന്റെ അർത്ഥം നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു ഭർത്താവും ഒരു ഭാര്യയെ കണ്ണുനീര് കുടിപ്പിക്കില്ല, അവളോട് അവിഹിതമായി പെരുമാറില്ല. ആ സമയത്ത് ഭാര്യാപിതാവ് പറയുന്നതെന്താ? അല്ലാഹു കൽപ്പിച്ചു തന്നതുപോലെ എന്റെ പൊന്നുമോളെ നിന്റെ കയ്യിലേക്ക് ഞാൻ വിവാഹം ചെയ്തു തരികയാ. ആ വാക്കിന്റെ അർത്ഥം ഇതാണ്. ഈ ആഡിറ്റോറിയത്തിലെ മുടങ്ങിക്കേട്ട ആ വാക്കിന്റെ അർത്ഥം ഞാൻ എന്റെ ആണുങ്ങളോട് പറഞ്ഞു തരികയാ. ഓരോ പിതാക്കളോട് ഭർത്താക്കന്മാരോട് എന്റെ അല്ലാഹു കൽപ്പിച്ചതുപോലെ എന്റെ പൊന്നുമോളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരികയാ. എന്റെ ഈ മകളിലേവരെ ജീവിച്ച സാഹചര്യത്തിൽ നിന്ന് നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോ നിനക്കിഷ്ടപ്പെടാത്ത സ്വഭാവം എന്റെ പൊന്നുമോൾക്കുണ്ടാകാം, നിനക്കിഷ്ടപ്പെടാത്ത സ്വഭാവങ്ങൾ ഉണ്ടാവാം. അതിനെല്ലാം നീ ഉപദേശിച്ച് പരിഹരിക്കണേ. അതല്ല ഇൻസാഖെന്ന് പറഞ്ഞ നോമ്പില്ലെങ്കിലും നോമ്പുള്ളതുപോലെ അഭിനയിക്കുക. ആ ദുസ്വഭാവം നിനക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും സന്തോഷത്തോടെ അഭിനയിച്ച് മെല്ലെ മെല്ലെ നീ അതിനെ ശരിയാക്കണേ. ഒരു സാഹചര്യത്തിൽ നിന്ന് വേറൊരു സാഹചര്യത്തിലേക്ക് വരുന്ന പെണ്ണാണ്, അതുകൊണ്ട് അവളോട് നല്ല രീതിയിൽ നീ പെരുമാറണേ. അതല്ല അവളുടെ സ്വഭാവം നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവളെ നീ മർദ്ദിക്കരുത്. എന്റെ പൊന്നുമോളെ അടിച്ച് അവശയാക്കരുത്. അവളെ കുറിച്ച് നീ അപവാദം പറയരുത്. ഞാൻ ഈ ഏൽപ്പിച്ചതുപോലെ ഒരു പോരേൽപ്പിക്കാതെ അവളെ നീ എനിക്ക് തിരിച്ചു തന്നേക്കണേ. അവളെ നീ എനിക്ക് തിരിച്ചു തന്നേക്കണേ. പെണ്ണിനെ നീ തിരിച്ചു തന്നാൽ അവൾ എന്റെ ജീവിതത്തിൽ ഒരു അധിക ബാധ്യതയാവില്ല, അവൾ എന്റെ ജീവിതത്തിൽ ഒരു ബാധ്യതയാവില്ല. അവളെ നീ എനിക്ക് തിരിച്ചേൽപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് വിവാഹം നടക്കുന്നത്. ആ പറച്ചിലിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇതൊരു കളിതമാശയല്ല. വാഹദിന മിൻകും വമിസാകന ഗലീദ
സഹോദരങ്ങളാ, ഇതൊരു ബലിത്തമായ ഉടമ്പടിയാണ്, ഇത് ബലിത്തമായ ഉടമ്പടിയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു വ്യവച്ഛേദനത്തിന്റെ ഗുണപാഠമാണ്. നമ്മുടെ ഭാര്യാപിതാവിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുരുഷൻ അബൂക്കി, അത് നിന്റെ വാപ്പയാണ് പൊന്നുമോളെ. സന്തോഷായി. അബൂക്കി, അത് നിന്റെ വാപ്പയാണ്. ഇതാണ് ജീവിതത്തിന്റെ പൊരുൾ. നമ്മൾക്ക് അവരോട് സഹവർത്തിക്കേണ്ട ചില ബാധ്യതകൾ. അബൂക്കി, അത് നിന്റെ വാപ്പായ എവിടാണ്? എന്റെ അമ്മോശൻ കാക്ക. ഭാര്യക്ക് എന്താ സന്തോഷം? ഇത് നമ്മൾ അമ്മോശൻ കാക്കായ കാണുമ്പോ അപ്പൊ നമ്മൾ പറയും, പടച്ചോനെ, ഈ അദാബന്റെ തലയെ വെച്ച ദജ്ജാലാണോ വരണം. ആ ഒരു മനോഭാവമല്ല ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠമായി നമ്മളോട് പഠിപ്പിച്ചു തരികയാണ്. സ്വർഗ്ഗത്തിലെ കുടുംബമായി മാറണമെങ്കിൽ ഇങ്ങനെ ജീവിക്കാൻ കഴിയണം. ഒരു ദിവസം മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയേ, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലോട്ട് കയറി വന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, നിങ്ങൾ ലോകത്തുള്ള എല്ലാവർക്കും ദുആ ചെയ്യാറുണ്ട്, ഈ ആയിഷാനെ വല്ലപ്പോഴും ഓർക്കാറുണ്ടോ നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ ബിയുടെ ചോദ്യം, നമ്മൾ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാറുണ്ട്, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്ത് എത്ര പേരുണ്ടെന്ന്. ഇന്ന് നിസ്കാരം കഴിഞ്ഞ നിസ്കാരത്തിന് മുമ്പൊക്കെ നമ്മൾ ധാരാളം ദുആ ചെയ്തിട്ടുണ്ട്. അവനാന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്ത് എത്ര പേരുണ്ട് കൂട്ടത്തിൽ? കൈവെക്കാൻ പറഞ്ഞ ഉള്ള മാനവും കൂടെ പൊക്കണ്ട. ബാക്കിയുള്ളവരൊക്കെ നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് പൊക്കണ്ട. അവനാന്റെ ഭാര്യയ്ക്ക് നോക്ക്. ആ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മുടി നരച്ചു, താടി നരച്ചു, എന്നാലും ഭാര്യയ്ക്ക് വേണ്ടി അദ്ദേഹം ദുആ ചെയ്തിട്ട്. അവനവന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യുക. ഞാൻ ഈ വാളൊക്കെ പറഞ്ഞ അവസാനം ദുആ ചെയ്യുമ്പോൾ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആളുകൾ ഉസ്താദിന്റെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രം ഭയങ്കര ദുആ. നമ്മളല്ലേ ചെയ്യേണ്ട, പിന്നെ വേറെ ആരും അവർക്ക് വേണ്ടി ചെയ്യാം. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഷഫീഖ് വലി ദുആ ചെയ്യും, ഷഫീഖ് വലിയുടെ ഭാര്യയ്ക്ക് വേണ്ടി എനിക്ക് ദുആ ചെയ്യാൻ പറ്റുമോ? ഇർഷാദ് വലിയുടെ ഭാര്യയ്ക്ക് വേണ്ടി ഞാനാണ് ദുആ ചെയ്യുക. അവനാന്റെ ഭാര്യമാർക്ക് വേണ്ടി അവനവൻ ദുആ ചെയ്യുക. ഇറങ്ങിപ്പോയി ഒരു നേരത്തെ അന്നം കാത്തുപോയ ഭർത്താവ് സന്തോഷത്തോടെ വീട്ടിൽ തിരിച്ചെത്താൻ മുസല്ലയിലിരുന്ന സ്വന്തം ഭാര്യ ദുആ ചെയ്യുക. അതിനേക്കാൾ വലിയൊരു കുടുംബ ജീവിതത്തിന്റെ കെമിസ്ട്രി വേറെയില്ല. ആ കെമിസ്ട്രി നമ്മൾ പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു അത്രേ, നബിയേ, എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യാറുണ്ടോ? ഒന്ന് ദുആ ചെയ്യ് നബി. ഹബീബായ നബി തങ്ങൾ ഒരു ദുആ ചെയ്തു. അതൊരു രസകരമായ ദുആയാണ്. മുത്ത് നബിയുടെ ജീവിതം ഒരു വല്ലാത്ത ഒരു രസകരമായ ദുആ ചെയ്തു. എന്താ ദുആ എന്നറിയോ നബിയേ? യാ റസൂലല്ലാഹ്, അങ്ങ് ദുആ ചെയ്തപ്പോൾ ആകാശത്ത് നിന്നും മഴ പോലും വർഷിപ്പിച്ചിട്ടുണ്ടല്ലോ നബിയേ. അങ്ങയെ കാട്ടി കുടിലിരിക്കുന്ന പാവപ്പെട്ട ആയിഷയ്ക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യുമോ യാ റസൂലല്ലാഹ്? ഇത് പറഞ്ഞു തരേണ്ട താമസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തേക്ക് കൈകളിയെത്തിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ മാ തഖദ്ദമതു വമാ തഅഖറതു വമാ അഅലൻതു വമാ അസ്ററതു. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. മാ തഖദ്ദമതു, ഇതിനു മുമ്പും അവൾ എന്നോട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി അവളുടെ സ്വഭാവം വെച്ച് ഇനി അവൾ ഇതേപോലെ പലതും എന്നോട് ചെയ്യാനുമുണ്ട്. അവൾ ചെയ്തതും ഇനി എന്നോട് ചെയ്യാനുള്ളതും, അവൾ രഹസ്യമായി എന്നോട് ചെയ്തതും പരസ്യമായി ചെയ്തതെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങളുടെ രസകരമായ ദുആയാണ്. പെണ്ണല്ലേ, ഇപ്പൊ ദുആ ചെയ്താലും അവളുടെ സ്വഭാവം വെച്ച് വീണ്ടും അവൾ പലതും എന്നോട് ചെയ്യാനിരിക്കുന്നുണ്ട്. ചെയ്തതും ചെയ്യാനിരിക്കുന്നതെല്ലാം എന്റെ പാവപ്പെട്ട ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഇത് കേട്ട ആയിഷ റളിയല്ലാഹു തആല ഈ ദുആ കേട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ചിരിച്ച് ചിരിച്ച് ആയിഷ റളിയല്ലാഹു തആല അവിടെ ഇരുന്ന് കൊണ്ട് പൊട്ടിച്ചിരിക്കുകയാ. നമ്മളൊക്കെ പറയുമല്ല, തലതല്ലി ചിരിക്കുന്നു എന്ന നാടൻ ഭാഷ പോലെ ഇമാമിനെ തുറമുദി റളിയല്ലാഹു അൻഹു ഹദീസ് റിവായത്ത് ചെയ്യുന്നുണ്ട്. മഹാനായ അബൂ ഈസ തുറമുദി റളിയല്ലാഹു തആല രേഖപ്പെടുത്തുകയാ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തനിക്ക് വേണ്ടി ചെയ്ത ദുആ കേട്ട് ആ ആയിഷ റളിയല്ലാഹു തആല ചിരിച്ച് ചിരിച്ച് അവസാനം തലതല്ലി തിരിച്ച് ഹത്താ സകതത റഅസുഹ
നഫ്സഹാ ഫീ ഹുജ്റിൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആയിഷ റളിയല്ലാഹു തആലയുടെ തല പോയി ഹബീബായ നബിയുടെ മടിത്തട്ടിൽ ഇടിക്കുന്നത് വരെ ആ മടിയിലെ പോലെ ചിരിച്ച് തളർന്ന് തന്റെ തല അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിൽ ചേർത്ത് വെച്ച് കിടന്നുപോയി. ആയിഷ റളിയല്ലാഹു തആലയുടെ ചിരി കണ്ടപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആയിഷ അയസ്റുകി ദുആഇ അയസ്റുകി ദുആഇ, എന്റെ ദുആ നിന്നെ ഇത്രയേറെ സന്തോഷിപ്പിച്ചു ആയിഷ, ഇത്രയേറെ സന്തോഷിപ്പിച്ചു ആയിഷ. ഹബീബായ നബി തങ്ങളുടെ മടിത്തട്ടിൽ പോയി തലവെത്തുന്നത് ഒരു ദുആ കേട്ട് പൊട്ടിച്ചിരിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 8 മടം വീതിയും 10 മടം നീളമുള്ള ആകാശത്ത് മഴ പെയ്താൽ ഓലക്കീലുകളുടെ ഇടയിലൂടെ മഴത്തുള്ളികളെ തടം തള്ളിയാത്തൊടുക്കുന്ന ഒരു കൊച്ചുകൂരയിൽ പൊട്ടിച്ചിരിച്ച് ജീവിച്ചു പോയ എല്ലാ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടായിട്ടും ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ, നമുക്ക് സമ്പത്ത് വേണ്ട, നമുക്ക് സൗന്ദര്യം വേണ്ട, കോൺക്രീറ്റ് സൗരത്തിന്റെ ശീതീകരിച്ച റൂമിൽ ഒരു കൊതുകിന് പോലും കിടന്നു വരാത്ത റൂമിൽ കിടന്നിറങ്ങണ്ട. പിന്നെയോ 8 മടം നീളമുള്ള ഒരു കൊച്ചു റൂമിൽ കിടക്കുമ്പോ ആ റൂമിനെ കുറിച്ചാണ്, അവിടെയാണ് ആയിഷ ബീവിയുടെ അടുക്കളയുള്ളത്. 8 മടം നീളവും 10 മടം വീതിയുമുള്ള ഭാര്യ ഭർത്താവ് താമസിച്ച റൂമിനെ കുറിച്ചാണ് ലോകാവസാനം വരെ വരുന്ന ഖുർആനിലെ സൂറത്തിന് പേര് നൽകിയത്. സൂറത്ത് ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ മുറികൾ എന്നാണ് അർത്ഥം. ഏത് മുറിയാണ് അത്? സുൽത്താൻ സലാഹുദ്ദീൻ കോക്കയുടെ റൂമല്ല. ഏത് റൂമിനെ കുറിച്ചാ പറയുക? ബോളിവുഡിന്റെ നടി ആഞ്ചലീന ജോളി മധുവിധു ആഘോഷിച്ച ദുബൈയിലെ പാംതുമീറാ ബീച്ചില് എത്തിമക്കളിലിന്റെ അടിഭാഗത്തു കൂടി പറന്നു പോകുന്ന ഡോൾഫിനുകളെ ലൈവായി കണ്ട് കിടന്നിറങ്ങിയ മുറിയെ കുറിച്ചല്ല. അറബിക്കടലിൽ ഇന്ന് നേരെ തിരിഞ്ഞു നിൽക്കുന്ന 1 മാസം 950 കോടി രൂപ വരുമാനമുള്ള 140 റൂമുകളും 2 ഹെലിപ്പാഡുകളും 4 മിനി തിയേറ്ററുകളും 2000 പരിചായകന്മാരും 4.5 ഏക്കർ പൂന്തോട്ടവും 4 ഏക്കറോളം നീണ്ടു നിൽക്കുന്ന സ്വിമ്മിംഗ് പൂളുകളുമുള്ള മുകേഷ് അംബാനിയുടെ അറ്റ്ലാന്റയെ കുറിച്ചല്ല. പിന്നെ ഈ പറയുന്ന വീടിനെ കുറിച്ചൊന്നറിയോ? ഏത് വീടിനെ കുറിച്ചൊന്നറിയോ? ഒരു നേരത്തെ വിളക്ക് കത്തിക്കാൻ എണ്ണ പോലുമില്ലായിരുന്ന ആയിഷ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിനു ശേഷം ആയിഷ റളിയല്ലാഹു തആല 2 കൂട്ടുകാരികളോട് കഥ പറയുമ്പോ ആയിഷ ബീവി പറഞ്ഞു, എന്റെ മടിത്തട്ടിൽ കിടന്നിട്ടാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിട പറഞ്ഞു പോയത്. പക്ഷേ എന്റെ മടിയിൽ തലവെച്ചിട്ട് എന്റെ ഭർത്താവ് വിട പറഞ്ഞു പോലും എന്റെ ഭർത്താവിന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിന്റെ മുഖം കണ്ടിട്ടില്ല. കൂട്ടുകാരികളോട് ആയിഷ ബീവി എന്താ പറയാ? വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മടിയിൽ കിടക്കുമ്പോ റസൂലുള്ളാഹിയുടെ ഇടത്തെ കവിളിലേക്ക് നിങ്ങളുടെ വലത്തെ കൈ വെച്ചിട്ട് നിങ്ങളുടെ പള്ളയോട് ചേർത്ത് വെച്ചിട്ട് പല്ല് വരെ നിങ്ങൾ തേച്ചു കൊടുത്തതല്ലേ? ഒരു കൊച്ചുകുട്ടിയെ പോലെ ഭർത്താവിനെ ചേർത്ത് പിടിച്ച് പല്ല് തേച്ചു കൊടുത്തിട്ടില്ലേ വഫാത്തായത്? എന്നിട്ട് നിങ്ങൾ ഭർത്താവിന്റെ മുഖം കണ്ടില്ലെന്നോ? അതിശയോക്തി കലർത്തുന്ന ഈ വാക്ക് കേട്ടപ്പോ പൊട്ടിക്കരന്ന് കണ്ട ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞ വാക്ക് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പങ്കുവെക്കുകയാ. ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിയിൽ കിടന്ന് വിട പറയുമ്പോ ആ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയുണ്ടായിരുന്നില്ല. വിളക്ക് കത്തിക്കാനുള്ള എണ്ണയില്ലാത്ത കാരണത്താൽ വീട്ടിൽ കൂരിട്ടായിരുന്നു. എന്റെ ഭർത്താവ് മരിക്കുന്ന സമയത്ത് പോലും എണ്ണ കത്തിക്കാനുള്ള വിളക്ക് കത്തിക്കാനുള്ള എണ്ണയില്ലാത്തതിനാൽ മരിക്കുന്ന സമയത്ത് എന്റെ ഭർത്താവിന്റെ മുഖം പോലും എനിക്ക് കാണാൻ കഴിയുന്നില്ലെന്ന് ഭാര്യയുടെ രേഖക്കുറിപ്പിൽ രേഖപ്പെടുത്തിയ ഒരു കുടുംബ ജീവിതത്തിന്റെ കഥയാണ് പറയുന്നത്. ഈ പട്ടിണിയുടെ ഇടയിൽ കിടക്കുമ്പോഴും ആയിഷ ബീവി പ്രവാചകൻ എന്ന ഭർത്താവിന്റെ മടിയിൽ തലവെച്ച് പൊട്ടിക്കരച്ചെങ്കിൽ ആയിഷ ബീവിക്കറിയാ പരിതാപങ്ങളും പരിമിതികളും പരിദേവനങ്ങളും പരിതാപനങ്ങളും പരിതിരങ്ങിക്കുമ്പോഴും പാരിലെ പരമസുഖമല്ല പരലോകത്തിന്റെ പരമാനന്ദമാണ് പരിഗണനീയമെന്ന് കരുതി പാതിരാത്രി പടച്ചറപ്പിനോട് പതിരെ പോലെ പൊട്ടിക്കരഞ്ഞു പോയ ബഹുമാനപ്പെട്ട സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു തആല അൻഹാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരോട് ഏറെ പറയാനുള്ള സമയമില്ല.
ഏറെ പറയാനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിലില്ല. ഇത് നമ്മുടെ വീട്ടിൽ പട്ടിണിയില്ലല്ലോ. സാമ്പത്തികമെന്ന് അടിഞ്ഞുകൂടിയിട്ടും കേരളത്തിന്റെ സാമൂഹ്യ ക്ഷേമ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം 2015 85,000-ഓളം ഭാര്യ ഭർത്താക്കന്മാരാണ് വിവാഹമോചനം കാത്തുകിടക്കുന്നത്. കേരളത്തിൽ മാത്രം 85,000-ഓളം വിവാഹമോചന കേസുകളാണ് കേരളത്തിന്റെ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത്. എന്താണ് കാരണമെന്നറിയുമോ? കേരളത്തിൽ വിധവകൾ വർദ്ധിപ്പിച്ചു വരുമ്പോ കേരളത്തിൽ സൈബർ വിധവകൾ വർദ്ധിക്കുകയാണത്രേ. ആരാണ് സൈബർ വിധവ എന്ന് നിങ്ങൾക്കറിയുമോ? മലയാളം അവൾക്ക് കൊടുത്ത പേരാണ് സൈബർ വിധവ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി വൈകുന്നേരം തിരിച്ചു വരുന്നതുവരെ തന്റെ ഭർത്താവിന് ഭക്ഷണം ഒരുക്കി കിടപ്പറയും വിളിച്ചു കാത്തിരിക്കുമ്പോ ആ ഭർത്താവ് ഓഫീസിലിരുന്ന് ജംഗ്ഷനിലിരുന്ന് ഫേസ്ബുക്കിലൂടെ അന്യ പെണ്ണുമായി ചാറ്റ് നടത്തുമ്പോ പാവപ്പെട്ട ഭാര്യ വീട്ടിൽ കിടപ്പറ വിളിച്ചിട്ട് കാത്തിരിക്കുകയാ. ഇവർക്ക് മലയാള രാജ്യം കൊടുത്ത പേരാണ് സൈബർ വിധവ. ആ സൈബർ വിധവകൾ ഗണാനുഗണനമായി വർദ്ധിപ്പിച്ചു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെയോ? ഇന്നലെ രാവിലെ എന്റെ വീട്ടിൽ രാവിലെ 10 മണി മുതൽ ഇന്നലെ എനിക്ക് വെമ്പായത്താണ് പ്രസംഗം. 7:30 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ എന്റെ വീട്ടിൽ നിറച്ചും ആളുണ്ട് ഓരോ സമയത്ത്. കാരണമല്ല, ഗൾഫിൽ നിന്ന് ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയി. ഒരാള് പറയാ വേറൊരാള് പറഞ്ഞത് 2 മക്കളുമായി ഹാർട്ട് അറ്റാക്ക് വന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് ജീവിക്കാൻ വകയില്ലാതെ ഞാനൊരു ഓട്ടോ റിക്ഷ ഓടിക്കുകയാ. എന്റെ മകന് 15 വയസ്സ് പ്രായമായി. 5 വർഷം കൂടി എന്റെ പൊന്നുമോനെ വളർത്തിയാൽ അവൻ എനിക്കൊരു നേരത്തെ മരുന്ന് മേടിച്ചു തരാനുള്ള പ്രാപ്തി എത്തിയ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ എന്റെ മോനെയും കൂട്ടി അവർ വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടിയുള്ള പരാതിയുമായി അവരൊന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കണേ. ഒളിച്ചോടിയവൻ മൂവാട്ടുപുഴക്കാരനാ. എന്റെ നാടിന്റെ ഒക്കെ അടുത്ത ഭാഗത്തായതുകൊണ്ടൊന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചു. വൈകുന്നേരം വരെ എന്റെ വീടിന്റെ മുറ്റത്ത് ആളുകളുണ്ട്. ആ കൂടെ വന്നൊരു ഭർത്താവിനോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഗൾഫിലാണ് ജോലി. രാവിലെ എഴുന്നേറ്റാൽ 6 മണിക്ക് എന്റെ ഭാര്യയെ വിളിക്കും, 8 മണിക്ക് എന്റെ ഭാര്യയെ വിളിക്കും, ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ നേരത്തിന്റെ ഭാര്യയെ ഞാൻ വിളിക്കും, എന്നിട്ട് കിടന്നുറങ്ങും. എഴുന്നേറ്റാൽ ഉടനെ ഞാൻ അവളെ വിളിച്ചിട്ട് സുഖവിവരങ്ങൾ അന്വേഷിക്കും. മകരിവിനെ പള്ളി കഴിഞ്ഞ് വരുമ്പോൾ വിളിക്കും, ഇശാ കഴിഞ്ഞ് കിടക്കാൻ നേരത്തും വിളിക്കും. ഒരു ദിവസം 10 പ്രാവശ്യം ഞാൻ ഒരു 5 മിനിറ്റിൽ കുറയാറ് എന്റെ ഭാര്യയോട് വിളിച്ച് സംസാരിക്കാറുണ്ട്. നമ്മളൊക്കെ പറയും ഭർത്താക്കന്മാരെ വിളിക്കാഞ്ഞിട്ടാണ്, അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കാഞ്ഞിട്ടാണ്. എല്ലാം കൊടുത്ത ഭർത്താവും ഇങ്ങനെ എന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, എന്നിട്ടും അവൾ എന്നെ വിട്ടിട്ട് ഇറങ്ങിപ്പോയി. ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാം നഷ്ടപ്പെട്ട് ഭർത്താവിനെ വിട്ടിട്ട് ഇറങ്ങിപ്പോകുന്ന ഭാര്യമാരുടെ മാതാപിതാക്കളെ വിട്ടിട്ട് ഇറങ്ങിപ്പോകുന്ന ഓരോ കഥ കേൾക്കുമ്പോ അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹാത്തുകളാക്കി തരട്ടെ. എങ്ങനെയുള്ള ഭാര്യമാരെന്നറിയോ? നിങ്ങൾക്കറിയുമല്ലോ, പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമി, ഒരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാത്ത മരുഭൂമി, പിഞ്ചു പൈതലിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഭർത്താവ് ഫലസ്തീനിലേക്ക് യാത്രയാകുമ്പോ ആ പ്രിയപ്പെട്ട പൈതല് പൈതാഹം കൊണ്ട് പൊട്ടിക്കരയുമ്പോ സഫയിൽ നിന്ന് മറുവയിലേക്ക്, മറുവയിൽ നിന്ന് സഫയിലേക്ക് ഓടിക്കലണ്ട്. കാൽപ്പാടത്തിന്റെ ഇടയിൽ നിന്ന് നിർഗലിച്ചു വന്ന ജലസരത്തുകൾ കൊണ്ട് ജലപാനം ചെയ്ത് ആ പ്രിയപ്പെട്ട മകനെ വളർത്തു വലുതാക്കി 8 വർഷക്കാലം വളർത്തു വലുതാക്കുമ്പോ ആരാരും കടന്നു വരാത്ത മക്കയുടെ ഊഷരഭൂമിയിൽ ആരുമില്ലാതെ തന്നെ മകനായ ഇസ്മായിലിനെ വളർത്തു വലുതാക്കി 8 വർഷം കഴിയുമ്പോഴാണ് ഫലസ്തീനിൽ നിന്ന് പിതാവായ ഇബ്രാഹിം നബി വരിക. തന്റെ പ്രിയപ്പെട്ട പിതാവ് വരുമ്പോ മാറി നിന്നില്ല, ഓടിച്ചെന്ന് സലാം പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട പിതാവിനെ കൈപിടിച്ചു കൊണ്ടുവന്ന് അന്ന് രാത്രിയിൽ കിടക്കുമ്പോ സ്വപ്നം കാണുകയാ. രാവിലെ എഴുന്നേറ്റിട്ട് 8 വർഷം കഴിഞ്ഞ് വീട്ടിൽ വന്ന ഭർത്താവ് രാവിലെ ഭാര്യയോട് പറയുന്നതെന്താ? മോളെ ഹാജറ, നിന്റെ മകനായ ഇസ്മായിലിനെ ബലി കൊടുക്കാൻ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. ഹാജറ, കേട്ടുപടകിയ ചരിത്രത്തിന്റെ പിന്നാമ്പുറത്തേക്ക് നിങ്ങളെ ഞാൻ മാടി വിളിക്കുകയാ. സഹോദരങ്ങള്, ആ സമയത്ത് നിലവിളിച്ചില്ല, വളർത്തിയതിന്റെ കണക്ക് പറഞ്ഞില്ല. നിങ്ങൾ എവിടെയെങ്കിലും പോയി കിടന്നപ്പോ ഞാനാണ് വളർത്തിയതെന്ന് പരാതിയും കണക്കും പറഞ്ഞില്ല. അള്ള പറഞ്ഞതാണെന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട മകനെ പിതാവിന്റെ കയ്യിൽ
കയ്യിലേക്ക് ഏൽപ്പിച്ച് വാതിൽപ്പടയിൽ ചാടി നിൽക്കുമ്പോ ഒരു കൈയിൽ മൂർച്ച കൂടിയ പിച്ചാത്തിയും മറുകയിൽ പൊന്നുമോന്റെ കയ്യും പിടിച്ചുകൊണ്ട് ഭർത്താവ് പാറക്കെട്ടിലേക്ക് പോകുമ്പോ വാതിൽപ്പടിയിൽ ചാടി നിന്ന് പൊട്ടിക്കരഞ്ഞില്ല, തലയിൽ കൈവച്ച് ശപിച്ചുമില്ല. ആരോടുകൂടി തന്റെ ഭർത്താവിനെയും മകനെയും ഹാജരാകു പാറപ്പുറത്ത് മലത്ത് കിടത്തിയിട്ട് മകനായ ഇസ്മായിലിന്റെ കരുത്തിലേക്ക് മൂർച്ചയുള്ള കത്ത് ചേർത്ത് വെക്കുമ്പോ ആ പൊന്നുമോൻ വാപ്പാ അറുക്കല്ല വാപ്പാ, എന്തേ മോനെ എന്റെ മുഖത്തിന് നേരെ നോക്കിയിട്ട് വാപ്പാക്കെന്റെ കരുത്തിറക്കാൻ കഴിയില്ല, അതുകൊണ്ടല്ല കമഴ്ത്തി കിടത്തണേ വാപ്പാ, രണ്ടാമതെന്റെ കയ്യും കാലും കെട്ടിയിട്ട് എന്നെ അറുക്കാവൂ, എന്തേ മോനെ എന്റെ കരുത്തിറത്ത് എന്റെ ശരീരത്തിൽ നിന്ന് രക്തം ചീറ്റിച്ചെടുക്കുമ്പോ വാപ്പാടെ പൊന്നുമോൻ ഉപ്പാന്റെ മുന്നിൽ കിടന്ന് കൈകാലിട്ടടിച്ച് പിടയുമ്പോ എന്റെ ഉപ്പാക്ക് പിന്നെ പൂർണ്ണമായും പെറുക്കാ കഴിയില്ല ഉപ്പാ, പാതി വഴിയിൽ എന്റെ കരച്ചിലും പിടച്ചിലും കണ്ടിട്ട് വാപ്പയെങ്ങാനും ഇതിൽ നിന്ന് പിന്മാറിയായോ എനിക്കും ഉപ്പാക്കും ഉമ്മാക്കും സ്വർഗത്തിലെത്താ കഴിയില്ലല്ലോ ഉപ്പാ, എന്റെ കൈകാലുകള് വെട്ടിവരിഞ്ഞിട്ടേ അറുക്കാവൂ ഉപ്പാ. മൂന്നാമത് പാറക്കത്തിലും മനന്ന് കിടന്നിട്ട് പറഞ്ഞു വെത്രേ ഉപ്പാ, ഞാൻ മരിച്ചാൽ എന്റെ രക്തം പുരണ്ട കുപ്പായം എന്റെ ഉമ്മയെ കാണിക്കരുത്, എന്റെ ഉമ്മ 8 വർഷക്കാലം മരുഭൂമിയുടെ വിജനതയിൽ ആരുമില്ലാതെ താലോലിച്ചു വളർത്തിയ എന്റെ ഉമ്മാക്കത് സഹിക്കാൻ കഴിയില്ല ഉപ്പാ എന്ന് പറഞ്ഞ ഒരു മകനെ ഞാനെന്ന് ചോദിച്ചോട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്. 8 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കടുത്തിനെത്തിക്കെടുത്ത് ഉപ്പാനോട് സ്നേഹത്തോടെ പറയുന്നൊരു മകനെ ഇബ്രാഹിം നബിക്ക് സംഭാവന ചെയ്ത കഥാപാത്രമേതാ? ആ കഥാപാത്രമാണ് ബീവി ഹാജറ റളിയല്ലാഹു തആല അൻഹാ. മരുഭൂമിയിൽ നിന്നുകൊണ്ട് മകനെ വളർത്തുമ്പോ ഓരോ സമയത്തും ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോ പൊന്നുമോനെ ഇസ്മായില് നിന്റെ വാപ്പയായ ഇബ്രാഹിം ഫലസ്തീനിലേക്ക് പോയത് നമ്മളെ ഇട്ടേച്ച് പോയതല്ല, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പോയതാണ്, പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി പോയതാണ്, അതുകൊണ്ട് ഉപ്പാനെ വെറുക്കല്ല മോനെ എന്ന് പറഞ്ഞു വാപ്പയുടെ അഭാവത്തില് വാപ്പയില്ലാത്ത സമയത്ത് മക്കളോട് വാപ്പയുടെ ത്യാഗത്തിന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഹാജറയായ ഭാര്യയെ നമുക്ക് കിട്ടിയാലല്ലാതെ നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത് 3 നേരം മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോ പൊന്നുമോനെ നിന്റെ വാപ്പ സൗദി അറേബ്യയിൽ കിടന്ന് ഈ പൊരിവയിലത്തെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അയച്ചു തരുന്ന പൈസയാണ് നമ്മുടെ മുമ്പിൽ ആഹാരമായിട്ട് നിൽക്കുന്നത്. നിന്റെ വാപ്പ കടുവാപ്പള്ളിയിലും മത്തിക്കച്ചവടം നടത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ നടുറോഡിൽ നിന്നിട്ട് മീൻ കച്ചവടം നടത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ കട തുറന്നു വെച്ച് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു നിന്റെ വാപ്പ ഏറ്റവും ചെറിയ ശമ്പളത്തിലും ജോലി ചെയ്ത് കിട്ടുന്ന പൈസയാണ് മക്കള്. നമ്മുടെ വാപ്പ കഷ്ടപ്പെട്ട പൈസയാണ് ഈ തരുന്ന ആഹാരമെന്ന് 3 നേരം ഭക്ഷണം കൊടുക്കുമ്പോ ആ സമയത്ത് പ്രിയപ്പെട്ട ഭർത്താവിന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ ത്യാഗത്തിന്റെ കഥ പറഞ്ഞു കൊടുത്ത് മക്കളെ വളർത്തുന്ന ഒരു ഹാജറക്കല്ലാതെ നമ്മുടെ സ്വർഗത്തിലേക്ക് നമ്മുടെ ഭാര്യയായി വരാൻ കഴിയില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു നമ്മുടെ ഭാര്യമാരെ ഹാജരാക്കി തരട്ടെ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇയ്യാകും വഹലറാഉദ്ദമി, നിങ്ങളെയും ഹലറാഉദ്ദമിനെയും നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണേ. സഹാബത്ത് ചോദിച്ചു നബിയേ മഹലറാഉദ്ദമി യാ റസൂലല്ലാഹ്, ഹലറാഉദ്ദമ ആരാണ് നബിയേ? അല്ലാഹു നമ്മുടെ ഭാര്യമാരെ ഹാജരാക്കി തരട്ടെ. വാപ്പയില്ലാത്ത സമയത്ത് സമയം നമുക്ക് പോകാൻ ഉണ്ടോ? ഇല്ല. അവനാൻ ഇതുകൊണ്ടെങ്കിലും നന്നാവട്ടെ എന്ന് കരുതുന്ന ഒരാശ്വാസത്തിന്റെ വാളാണിത്. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ള സഹോദരങ്ങളെ, തെറ്റ് ചെയ്യരുത് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഇല്ല. വളരെ ഗൗരവമായി ചിന്തിക്കണം. ഞാനൊരു കാലഘട്ടത്തിന്റെ പ്രഭാഷണമാണ് നിർവഹിക്കുന്നത്. നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലില്ല. കാരണം കൈ തൊട്ടാൽ വ്യഭിചാരമാണ്, കണ്ണ് തുറന്നാൽ വ്യഭിചാരമാണ്. നിങ്ങളൊരു അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കരുത് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. കാരണം എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന മോളുടെ കൂടെ അവന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി വന്ന് ഒരു ബൈക്കിൽ ഇറങ്ങിയാലും വാപ്പാക്കും ഉമ്മാക്കും അതിൽ തെറ്റായിട്ട് തോന്നാറില്ല. മോൾ എഞ്ചിനീയറിംഗിന് പഠിക്കുക,
10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൾ ആ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരന്റെ ബൈക്കിൽ വന്നിറങ്ങി. അപ്പോഴും ഉമ്മയും വാപ്പയും പറയുന്നത് അവര് ക്ലാസ്മേറ്റ്സ് അല്ലേ എന്ന്. അതെന്താ? അവന് കാള മത്സരത്തിൽ കൊണ്ടാകാൻ വേണ്ടി ചണ്ടത്തം വന്ന മൂരിക്കളയാൻ ഒന്നും സംഭവിക്കാതിരിക്കും. എത്ര ലാഘവത്വത്തോടെ, ഞാൻ ചില സമയത്ത് ചില ഭാഷ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, എത്ര ലാഘവത്വത്തോടെ നമ്മൾ കാണും. എന്നിട്ട് എന്തേലും ആയാൽ പിന്നെ കൊണ്ട് പള്ളിക്കുറ്റി പൈസ ഇട്ടിട്ട് കാര്യമില്ല. നമ്മൾ നോക്കേണ്ട കാര്യം ഉണ്ടാകണ്ടേ, ആദ്യം നമ്മുടെ ഭാര്യ ഹാജറയാവണം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. വാപ്പ ഇല്ലാത്ത സമയത്ത് മക്കളെ ഒരു പെൻസിൽ കടിച്ചു കളയുമ്പോൾ പോലും മക്കളെ ഇത് വാപ്പയുടെ വിയർപ്പിന്റേതാണ് എന്ന് വാപ്പ ഇല്ലാത്ത സമയത്ത് വാപ്പയുടെ ത്യാഗത്തെക്കുറിച്ചും മക്കളോട് പറഞ്ഞു കൊടുത്തു വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഭാര്യയ്ക്ക് ഒരു നല്ല കുടുംബത്തെ സംവിധാനിക്കാൻ കഴിയും. അല്ലാതെ അയാൾ പോട്ടെ നമുക്ക് ആസ്വദിക്കാമെന്നൊക്കെ. ഇന്ന് മിക്കവാറും പ്രവാസികളുടെ കുടുംബത്തിനെ പറ്റി അബദ്ധം ഇതാണ്. പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്നവണ്ട്. എന്താ പ്രവാസി എന്നറിയോ? 1000 റിയാൽ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി പോക്കറ്റിൽ വെച്ചിട്ട് അവൻ ഇറങ്ങി നടക്കാൻ നേരത്ത് എക്സ്ചേഞ്ചിലേക്ക് പോകാൻ അയക്കാൻ ടാക്സിക്ക് കൈ നീട്ടും. എത്ര റുപ്യ? 10 റിയാൽ, 10 റിയാൽ. അപ്പൊ വിചാരിക്കുമ്പോഴേ 10 റിയാൽ ടാക്സിക്കാരന് കൊടുത്താൽ പിന്നെ 990 റിയാല് നാട്ടിലേക്ക് അയക്കാൻ പറ്റൂ എന്ന് വിചാരിച്ചിട്ട് ആ പച്ചപ്പാവം 10 റിയാൽ വാഹനത്തിൽ സഞ്ചരിക്കേണ്ട ദൂരം അവൻ പൊരിവെയിലത്ത് റോഡിലൂടെ സഞ്ചരിക്കും. അപ്പുറം പോയി ലുലു എക്സ്ചേഞ്ചിൽ പോയി 1000 റിയാൽ തികച്ചവൻ വിചാരിക്കും 10 റിയാൽ ടാക്സി കൊടുത്താൽ ആ 10 റിയാൽ കൊണ്ട് മോളുടെ 1 മാസത്തെ ഫീസ് കൊടുക്കാം. പാവപ്പെട്ടവൻ 1000 റിയാൽ തികച്ചയക്കും. നടന്നു ചെന്നിട്ട് ഭാര്യയെ വിളിച്ചിട്ട് പറയും 1000 റിയാൽ അയച്ചിട്ടുണ്ട്, ബാങ്കിൽ പോയി മേടിച്ചോളീൻ. അവള് ഫോൺ എടുത്ത് 500 രൂപയുടെ ടാക്സി വിളിച്ച് ബാങ്കിൽ പോയി ആ പൈസ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി. അവള് അത് മേടിക്കാൻ പോണത് 500 രൂപയുടെ ടാക്സി വിളിച്ചിട്ട് അവൻ 10 റിയാല് പിശുക്കിയിട്ട് അയച്ചവൻ. ഇതാണ് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള അന്തരം. ഇത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഭാര്യക്ക് മാത്രമേ സമാധാനത്തിന്റെ ജീവിതം നൽകാൻ കഴിയൂ. അതുകൊണ്ടാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇയ്യാകും ബഹലറാ അദ്ദമി, നിങ്ങളെയും ഹലറാ ഉദ്ദമിനെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. എന്താ ഹലറാ ഉദ്ദം അറിയില്ല? എന്താ ഹലറാ ഉദ്ദം? അല്ലാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. ഞാൻ ആ വിഷയം കൂടെ പറഞ്ഞ അവസാനം 2 മണിക്കൂർ ആവാറായി. അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ കേൾക്കുന്നത് പ്രയോജനമുണ്ടാകണം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാറുണ്ട്. ഏതാണ് ഹലറാ ഉദ്ദം? കല്യാണം കഴിക്കാത്ത ആളുകളൊക്കെ ഉണ്ടെന്ന് കൈപൊക്കി. കല്യാണം കഴിക്കാത്തവർ, ഇതെന്ത് ശൈശവ വിവാഹം നടക്കുന്ന സ്ഥലമാണ്. ഒന്നിനും മീശയില്ല, ഒട്ട് കയ്യും പൊക്കണില്ല. ഒന്ന് പൊക്ക് മനുഷ്യന്മാരെ. കല്യാണം കഴിക്കാത്തവര് അൽഹംദുലില്ലാ. കേട്ടോളി, ഞാൻ ഇനി പറയാൻ പോണ കാര്യം കേട്ടോളി. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ഇയ്യാകും വഹലറാ അദ്ദമി, നിങ്ങളെയും ഹലറാ ഉദ്ദമിനെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. ആരാണ് നബിയെ ഹലറാ ഉദ്ദമി യാ റസൂലല്ലാഹ്? ആരാണ് നബിയെ ഹലറാ ഉദ്ദം എന്ന് പറയുന്നത്? ഹബീബായ നബി തങ്ങൾ മറുപടി പറഞ്ഞു, ഇംറഅത്തുൻ ഹസന ഫീ മംബതതി സൂ, മോശമായ അവസ്ഥയിൽ ജീവിച്ചു വന്നവർ, സൗന്ദര്യം മാത്രമുള്ള പെണ്ണ. അവർ ജീവിച്ചത് ഏറ്റവും മോശമായ അവസ്ഥയിലാണ്. അവർ ഇതേവരെ സുബഹി നമസ്കരിക്കാത്ത, ദീനിന്റെ ഒരു ശിആറുകളില്ലാത്ത ഒരു വീട്ടിലാണ് അവർ ജീവിച്ചു വന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജനിച്ച സൗന്ദര്യം മാത്രമുള്ള പെണ്ണിനെ നീ വിവാഹം ചെയ്യരുത്. അവിടെ നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നാൽ അതോടെ നിന്റെ കുടുംബം തകർന്ന് തരിപ്പണമാകും. ആ കുടുംബത്തിൽ പിന്നെ നാളെ സ്വർഗത്തിൽ ഒരുമിക്കാൻ കഴിയില്ലെന്ന് ലോകത്തിന്റെ മുറ്റേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ സമാപന പ്രഭാഷണത്തിലോട്ട് കിടക്കുകയാണ്. എന്ത് പറയണം, എവിടെ പറയണമെന്ന് എനിക്കറിയില്ല. നമ്മുടെ മക്കളെയാണ് നാം വളർത്തിക്കൊണ്ടുവരേണ്ടത്. അതുകൊണ്ടാണ് മഹാനായ ഉമർ റളിയല്ലാഹു തആല പാതിരാത്രിയുടെ നിശബ്ദതയിൽ കടന്നു പോകുമ്പോ ഉള്ളിൽ നിന്ന് വർത്തമാനം കേൾക്കുന്നത്, മോളെ പാലിൽ വെള്ളം ചേർക്കുമോളെ? ഇല്ല ഉമ്മ. ഉമർ കാണുമമ്മ? ഇല്ല മോളെ, ഉമർ കാണില്ല മോളെ. ഇതാ കാന ഉമറുനായിമൻ ഫറബ്ബു മറിയക്കല്ലാ. കണ്ടില്ലെങ്കിലും ഉമറിന്റെ റബ്ബ് കാണുമല്ലോ ഉമ്മ. ഉമർ റളിയല്ലാഹു തആല ഈ വർത്തമാനം കേട്ടു. രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് തലേ ദിവസം ഈ വർത്തമാനം കേട്ട വീടിന്റെ മുമ്പിലെത്തി. വാതിലിൽ മുട്ടിയപ്പോ വൃദ്ധയായ ഉമ്മ വന്ന് വാതിൽ തുറന്നു. തൊട്ടു മുമ്പിൽ പൊട്ടിത്തെറിച്ചു നിൽക്കുന്ന ഉമറിനെ കണ്ടപ്പോ ആ പ്രിയപ്പെട്ട കൗമാരക്കാരി ഓടി വരികയാ.
ഓടി വരികയാണ്. മുമ്പിലതാ ഉമർ നിൽക്കുന്ന പെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഉമറിനെ കണ്ടപ്പോ പേടിച്ചരണ്ടു പോയി ആ പ്രിയപ്പെട്ട പൊന്നുമോ. ആരാണ് ഇന്നത്തെ പ്രഭാതത്തിൽ തന്റെ വാതിൽപ്പടിയിൽ നിൽക്കുന്നത്? കിസ്റാ ഭരിക്കും കൈസരും നീട്ടുന്നതാ, മിസ്ർ മുഖോക്കിസ് കേട്ടുടൻ വിറയ്ക്കുന്നതാ. കിസ്റാ കൈസർ ചക്രവർത്തിമാര് പേര് കെട്ടാറ് പറക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ഉമർ റളിയല്ലാഹു തആല ആ പെണ്ണിനോട് പറഞ്ഞു, പത്രമോള് വരുന്നു നീ ഉമറിന്റെ കൂടെ. എവിടെ അമീറുൽ മുഅ്മിനീൻ എന്ന മകനായ നാഫിന്റെ ഭാര്യയാവാ. തലേ ദിവസം രാത്രി സമയത്ത് പാലിൽ വെള്ളം ചേർക്കാൻ ഉമ്മ നിർബന്ധിച്ചപ്പോ ആ ഉമ്മയോട് റബ്ബിനെ കുറിച്ച് പേടിപ്പിച്ചു കൊടുത്ത പൊന്നുമോള് തന്റെ മകനായ നാഫി റളിയല്ലാഹു അൻഹുവിനെ ഭാര്യയായി നിശ്ചയിച്ചു കൊടുത്തു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. കാരണം എന്താ? വളർന്നു വരുന്ന ചെറുപ്പക്കാരുടെ മക്കളുടെ മീശയുടെ വലിപ്പം കണ്ടിട്ട് പെണ്ണിന്റെ കയ്യിൽ കിടക്കുന്ന 200 പവന്റെ സ്വർണ്ണത്തിന് വില നിശ്ചയിക്കുന്ന പിതാക്കന്മാരെ, സ്വർണ്ണത്തിന് മാനദണ്ഡം നിശ്ചയിക്കുന്ന പണ്ട് കാലത്തുള്ള സ്വർണ്ണക്കടയിലെ ത്രാസ് കണ്ടിട്ടുണ്ടോ? നഖത്തിന്റെ വലിപ്പമുള്ള കട്ടികളാണ് ഇതിൽ തൂക്കാനുള്ളത്. ഇന്ന് നമ്മുടെ ജുവലറികളിൽ ഇരിക്കുന്ന ത്രാസ് മലഞ്ചരക്ക് കടയിൽ ഒട്ടുപാല് തൂക്കാൻ വെച്ചിരിക്കുന്ന ത്രാസാണ്. കാരണം 20 കിലോ 30 കിലോ സ്വർണ്ണമാണ്. ജുവലറികളിലും റബ്ബർ ഷീറ്റ് തൂക്കുന്ന ത്രാസുകളെ വെച്ച് 20 കിലോയും 30 കിലോയും വിഭാഗച്ചന്തയിൽ മാത്സര്യ ബുദ്ധിയോടെ കോടികളറിഞ്ഞ് പകട കളിക്കുന്ന സമുദായമേ, നിന്നെ മരുമകളെ തിരഞ്ഞെടുത്തപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയാം. രാത്രിയിൽ റബ്ബിനെ പേടിച്ചിട്ട് പാലിൽ വെള്ളം ചേർക്കാത്ത പെണ്ണ് തന്റെ മകനായ നാഫി വർഷങ്ങളോളം കിടപ്പറയിലേക്ക് വരാതിരുന്നാലും അവൾ തന്റെ മകന്റെ സ്ഥാനത്ത് വേറൊരാൾക്ക് കിടപ്പറയിൽ സ്ഥലം കൊടുക്കില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ നന്നായിട്ടറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാലാവസ്ഥയിലേക്ക് നമ്മൾ നടന്നു വന്നാലല്ലാതെ, ഈ ഒരു കുടുംബത്തിന്റെ ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വന്നാലല്ലാതെ ഇത് മണ്ണോടെ അവസാനിക്കാനുള്ളതല്ലോ, നാളെ പടച്ചിറപ്പിന്റെ മുമ്പിലേക്ക് വരാനുള്ളതല്ലേ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള പെൺമക്കളെ, അതുകൊണ്ടാണ് പാതിരാ സമയത്ത് വീടുകളിൽ നിന്ന് രഹസ്യകാമകന്മാരെ പിടിക്കപ്പെടുക. പ്രണയമെന്ന 3 അക്ഷരത്തെ കാമമെന്ന 2 അക്ഷരവുമായി കൂട്ടിച്ചേർത്ത് പ്രണയമാണ് വലുതെന്ന് കരുതിയ ചെറുപ്പക്കാരാ, പൊന്നുമോനെ, പ്രണയം പണ്ടുമുണ്ടായിരുന്നടാ. പ്രണയം ഇരുവേറ്റപ്പടയിലും മുങ്ങിച്ചത്ത മൊയ്തീനുണ്ടാക്കിയ പ്രണയമല്ല. ഇത് ചങ്ങമ്പുഴയുടെ രമണനുണ്ടായപ്പോഴല്ല പ്രണയമുണ്ടായത്. പ്രണയം പണ്ട് കാലത്തും ഉണ്ടായിരുന്നു. ലൈലയും മജ്നൂനും പ്രണയമായിരുന്നു, ശുദ്ധമായ പ്രണയം. ആ പ്രണയമാണ് തല്ലാഹി യാ റബിയാ തിൽകാഹി കുല്ലലനാ ലൈലായ മിൻ കുന്നഹം ലൈലാ മിനൽ ബശരീ. പച്ചപ്പുൽമേടുകളിൽ പച്ചപ്പുല്ലിരുന്ന പച്ചപ്പാൻമേ മാൻപേടകളോട് മാൻപേടകളുടെ നയനധ്വനത്തിന്റെ സൗകുമാര്യം കണ്ടപ്പോ എന്റെ ലൈലയുടെ കണ്ണ് നിങ്ങളെ പോലെയാണെന്ന് പാടിപ്പോയ മജ്നൂന്റെ പാട്ട്. എന്നാൽ അശ്ലീലത്തിന്റെ പ്രണയം ഉണ്ടായിട്ടുണ്ട്. ഇമ്മുൽ ഖൈസ് അശ്ലീലത്തിന്റെ പ്രണയത്തിന്റെ ആളാണ്. നിങ്ങൾ പഠിച്ചോ? മൊയ്തീനല്ല പ്രണയം ഉണ്ടാക്കി തന്നത്. ലൈലയും മജ്നൂനും നല്ല പ്രണയമാണ്. ഇമ്രുൽ ഖൈസിന്റെ പ്രണയം ഇല്ല. അങ്ങനെ ഒന്ന് സബുൽ മുഅല്ലക്കയുടെ ആദ്യ ഭാഗം അല്ലേ? ആദ്യത്തിലല്ലേ സബുൽ മുഅല്ലക്ക. 7 ഖണ്ഡകാവ്യങ്ങളുടെ ഒന്നാമത്തെ ഖണ്ഡകാവ്യം ഇമ്രുൽ ഖൈസ് എന്ന ഊച്ചാളി കാമുകന്റെ പാട്ടുകളാണ്. മിഥിലൂകി ഹുബിലാക തറക്തു വമുർദി ഫൽഹൈതുഹാനലി തമായിബി മുഗയലി. ഇമ്രുൽ ഖൈസിന്റെ പാട്ടാണ്. അർത്ഥം ചോദിക്കരുത്. പിന്നെ രഹസ്യമായിട്ട് ഷഫീഖ് ഉസ്താദിനോട് വെച്ചാൽ പറഞ്ഞത് فمثلك هبلاك تركت ومرضه فالهيتها نذي تمائم مغيري. ആ പെണ്ണ് ഈ മുത്തലിങ്ങളാണ് വാദം പറയാൻ വലിയ ഇഷ്ടം. കാരണം പണ്ടത്തെ കാലം ഓർമ്മ വരും. ഇതൊക്കെ വലിയ വാദനൊന്നും ഓതാൻ പറ്റൂല. അല്ലാഹു നമ്മുടെ ഉസ്താദന്മാർക്ക് അല്ലാഹു ഖൈർ നൽകട്ടെ. ബഹുമാനരായ ഉസ്താദന്മാരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ നന്മയുടെ പാഠങ്ങൾ അല്ലാഹുവേ, ആ രീതിയിൽ പ്രണയത്തെ പറഞ്ഞവരുണ്ടായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ,
പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മക്കയിലെ പള്ളിയിൽ ഈശാനിസ്കാരം കിടന്ന് ഇറങ്ങിപ്പോകുന്ന വഴിയിലാണ് കാമുകിയെ കാണുന്നത്. കാമുകിയോട് പറഞ്ഞു, പെണ്ണേ, എനിക്ക് നിന്നോട് പ്രേമമാണ്, നിന്റെ ശരീരം ഞാൻ കൊതിക്കുന്നുവെന്ന്. തീരപരിചകനായി എന്നും കാണുന്ന കാമുകൻ ഒരു നിമിഷം തന്റെ ശരീരത്തെ ചോദിച്ചപ്പോ തന്നെ കാമുകനാണ് മക്കയിലെ പെണ്ണ് മറുപടി പറഞ്ഞു കൊടുത്തു. അത്രേ, എന്റെ പ്രിയപ്പെട്ട കാമുക, എല്ലാവരെയും പരലോകത്ത് ഒരുമിച്ച് കൂട്ടുന്ന മഹിഷറയിൽ ഈ പ്രണയം നമുക്ക് രണ്ടുപേർക്ക് പ്രയോജനം ചെയ്യുമെന്ന് ആ പ്രണയത്തിന് ഞാൻ തയ്യാറാണ്. ചെറുപ്പക്കാരാ, മഹിഷറയില് കുറ്റം കിട്ടുന്നതാണെങ്കിൽ ഞാനില്ലെന്ന് പറഞ്ഞ കാമുകയുണ്ടായിരുന്നു ചരിത്രത്തിൽ. എല്ലാ പ്രേമമെന്ന് ധരിച്ച, എല്ലാ കാമമെന്ന് ധരിച്ച ജനിച്ച മങ്ങളോട് പോലും കണ്ടു പറയാറുണ്ട്, പെണ്ണ് പ്രായബുദ്ധിയായാൽ അച്ഛനുറക്കമില്ല എന്ന്. കാലം മാറി, അച്ഛനുണ്ടെങ്കിൽ പെണ്ണിനുറക്കമില്ല. അപ്പുറത്തെ റൂമിൽ കിടക്കുന്ന പ്രായബുദ്ധിയായ പെണ്ണ് വാതിൽ കുറ്റിയിടാതെ കിടക്കാൻ പേടിയാണ്. അത് കള്ള് കച്ചവടക്കാരനെ പേടിച്ചിട്ടല്ല, അപ്പുറത്ത് കിടക്കുന്ന ജന്മം നൽകിയ പിതാവിനെ പേടിച്ചിട്ട്. ഒരു പൊന്നുമോൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വരുമ്പോ മലയാളത്തിന്റെ ഒരു ആധുനിക കവിയുണ്ട്, സത്താറാദൂർ. അദ്ദേഹത്തിന്റെ 2 വരി കവിത ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം പറയുകയാണ്, പാതിരാത്രിയിൽ തന്നെ മാനം കവരാൻ മലന്ന് നെഞ്ചിലേക്ക് വീഴുന്നവനെ കണ്ടപ്പോ പൊന്നുമോൾ രക്ഷയ്ക്ക് വേണ്ടി അച്ഛാ എന്ന നിലവിളിക്കാൻ വായ തുറന്നപ്പോഴാണ് വെളിച്ചട്ടവില് കണ്ടത് തന്നെ മാനം കവരാൻ വരുന്നത് തന്റെ അച്ഛനാണെന്ന്. ഇനി അവൾ ആരെയാണ് വിളിക്കുക, ആരോടാണ് അഭയം തേടുക? എല്ലാ പിശാചുക്കൾ പാർക്കുന്ന വേതാള നഗരം പോലെ ഈ ഭൂമി അത് പതിച്ചു പോകുമ്പോ കാമുകൻ തന്റെ ശരീരത്തെ ചോദിച്ചപ്പോ നാളെ പരലോകത്ത് നമുക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ടെങ്കിൽ ഞാനതിന് തയ്യാറാണെന്ന് പറയുന്ന വഴിയരികിൽ കാണുന്ന കാമുകനോട് മഹിഷറെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന തന്റെ ശരീരത്തിൽ തൊടാൻ വരുന്നവനോട് ഇല്ല ഇല്ല, ഇത് പരലോകത്തേക്കാണെങ്കിൽ ഞാനുണ്ടെന്ന് പറയാൻ കഴിയുന്ന ഒരു ഭാര്യക്കും മക്കൾക്കുമാണ്. അല്ലാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ആമീൻ പറ. ഞാൻ സമയമില്ലാത്തോണ്ട് പെട്ടെന്ന് പറഞ്ഞു പോണത്. അല്ലാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നമ്മുടെ മക്കളെ അങ്ങനെ ആക്കാൻ നമുക്കും മാതാപിതാക്കള് സാലിഹീങ്ങളാവണം. ആദ്യം എന്ത് ചെയ്യണം? മക്കള് നന്നായാ പോരാ, പിന്നെ മാതാപിതാക്കള് സാലിഹീങ്ങളാവണം. അതുകൊണ്ടാണല്ലോ ഖുർആനിൽ ദുആ പഠിപ്പിച്ചത്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാദിനാ വ ദുർരിയാതിനാ ഖുർറത അയ്യുനിൻ. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭാര്യമാരെയും നീ കൺകുളിർമയുള്ളവരാക്കി തരണേ അല്ലാഹ് എന്ന് വാപ്പയെപ്പോഴും ദുആ ചെയ്യണം. എന്നിട്ട് ദുആ തീർന്നിട്ടില്ല. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിനക്ക് കൺകുളിർമയുള്ളവരാകണമെങ്കിൽ നീ മുത്തഖിയായാൽ പോരാ, നീ മുത്തഖീങ്ങളുടെ ഇമാമാവണം. അതാണ് ദുആയുടെ അർത്ഥം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എന്റെ ഭാര്യയും മക്കളും നന്നാവണമെന്ന് ദുആ ചെയ്താൽ പോരാ. നിനക്ക് മനസ്സിലാവണുണ്ടോ ഞാൻ പറയണത്? ഉണ്ടോ മനുഷ്യന്മാരെ? ഉണ്ടോ ഇല്ലയോ? അത് നമ്മൾ ഉറക്കമാണ്. പിന്നെന്താ ഒരു ഹറക്കത്ത് സുക്കൂനില്ലാത്തത്? എന്റെ ഭാര്യയും മക്കളും സാലിഹീങ്ങളാകണമെന്ന് എപ്പോഴും ആണുങ്ങൾ ദുആ ചെയ്യണം. ചെയ്താ പോരാ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ദുആ ചെയ്യുന്ന വാപ്പ മുത്തഖിയായാലും ഇത് നടക്കൂല. പിന്നെയോ മുത്തഖീങ്ങളുടെ ഇമാമാവണം. മുത്തഖിയായാലും ഭാര്യയും മക്കളും സാലിഹീങ്ങളാകാൻ ബുദ്ധിമുട്ടാണ്. മുത്തഖീങ്ങളുടെ ഇമാമാവണം എന്ന് ഖുർആൻ. അല്ലാഹു നമുക്ക് നന്മ നൽകട്ടെ. അല്ലാഹു നമുക്ക് നന്മ നൽകട്ടെ. അല്ലാഹു നമുക്ക് നന്മ നൽകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ ചുരുക്കുകയാണ്, നമ്മുടെ മക്കളെ നമ്മൾ ആ രീതിയിൽ വളർത്താൻ തയ്യാറാവണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഓ എന്റെ മകൻ എഞ്ചിനീയറിംഗിനായി തലപ്പാവ് കെട്ടി മുത്തല്യങ്ങളൊക്കെ പച്ചപ്പൊട്ടന്മാരുടെ മക്കളാന്ന് കരുതുന്ന ഒരു ലോകം ഉണ്ടാവും. കാരണം എന്താ? അവരൊക്കെ ദീൻ പഠിക്കാൻ വന്നു. നമ്മുടെ മക്കളോ
നമ്മുടെ മക്കളോട് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കൽ ബാധ്യതയുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സഅദ് റളിയല്ലാഹു തആല പറയാണ്, 6 വയസ്സ് എനിക്ക് പ്രായമുള്ളപ്പോ എന്റെ വാപ്പ എനിക്ക് കൃത്യമായി ചൊല്ലാൻ ഒരു ദിക്ർ പഠിപ്പിച്ചു തന്നു. എത്ര വയസ്സുള്ളപ്പോ? ഇങ്ങോട്ടൊക്കെ എത്ര വയസ്സുള്ളപ്പോ? 6 വയസ്സുള്ളപ്പോ ആര് പഠിപ്പിച്ചു കൊടുത്തു? പള്ളിക്കലെ മൂല്യാരല്ല എന്റെ വാപ്പ, പള്ളിക്കലെ മുക്രിയല്ല, എന്റെ വാപ്പ 6 വയസ്സ് പ്രായമുള്ളപ്പോ എനിക്കൊരു ദിക്ർ പഠിപ്പിച്ചു തന്നു. മോനെ അബ്ദുല്ലാഹ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയാ, എന്റെ വാപ്പ എനിക്ക് 6-ാമത്തെ വയസ്സിൽ ഒരു ദിക്ർ പഠിപ്പിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ അബ്ദുല്ലാഹ്, ഇത് നീ മുടങ്ങാതെ എപ്പോഴും ഈ ദിക്ർ ചൊല്ലണേ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്, ആ ദിക്ർ ഞാൻ 8 വയസ്സ് വരെ 2 വർഷത്തോളം ആ ദിക്ർ ഞാൻ തുടർച്ചയായി ചൊല്ലി. വജഅല ഫീ ഖൽബി നൂറാ, അപ്പൊ എന്റെ ഹൃദയം പ്രകാശിക്കാൻ തുടങ്ങി. പിന്നെയും 2 വർഷം കൂടി ആ ദിക്ർ ഞാൻ ചൊല്ലി. വകാന ഫീ സിർരി നൂറാ, അപ്പൊ എന്റെ ആത്മാവിന് പ്രകാശം ഉണ്ടാവാൻ തുടങ്ങി. 10 വയസ്സായപ്പോ ആ പൊന്നുമോന്റെ ഹൃദയവും റൂഹും പ്രകാശിക്കാൻ തുടങ്ങി. ഇനി എങ്ങനെയാണ് അവനൊരു ഹിന്ദു പെണ്ണിനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരിക? അങ്ങനെ പ്രകാശിച്ച ഒരു പെണ്ണെങ്ങനെയാണ് വേറൊരുത്തരുടെ കൈ പിടിച്ചിട്ടിറങ്ങി പോവുക? എങ്ങനെയാണ് അവൾക്ക് ആ പാഠം മറക്കാൻ കഴിയുക? അവളുടെ ഹൃദയത്തിൽ നൂറായല്ലോ. ഹൃദയത്തിൽ നൂറില്ലാത്തത് കൊണ്ടാണ് മദീനയിൽ താമസിച്ചിട്ട് മുനാഫിക്കീങ്ങളെ നരകത്തിൽ പോയത്.